آمين آمين آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. يا ربنا لك الحمد لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم اوصل مثل ثواب ما قرأنا من القرآن العظيم. اللهم بارك لنا في أفعالنا. اللهم بارك لنا في كسبنا. اللهم بارك لنا فيما نعلم فيه يا رب العالمين. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم. سبحان ربك رب العزة عما يصفون وسلام على المرسلين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയനായ സയ്യിദ് അവർകളെ, നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ വിഷയാവതാരകൻ ബഹുമാന്യനായ മമ്പാട് നജീബ് ഉസ്താദ് അവർകൾ, എൻ്റെ സഹപ്രവർത്തകരും പണ്ഡിതരുമായ ഉസ്താദുമാർ, ജമാഅത്തിൻ്റെ സെക്രട്ടറി മുഹമ്മദ് നിസാർ, വിവിധ നാടുകളിൽ നിന്നും മഹല്ലത്തുകളിൽ നിന്നും എത്തിയിരിക്കുന്ന ജമാഅത്തിൻ്റെ ഖത്തീബുമാർ, മുഅല്ലിമീങ്ങൾ, മുത്തഅല്ലിമീങ്ങൾ, പ്രത്യേകിച്ചും ഈ നാട്ടുകാരായ എൻ്റെ സ്നേഹനിധികളായ രക്ഷകർത്താക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. തവസ്സുൽ ഇസ്തിഗാസ അത് അനിവാര്യമോ എന്നതിനെ സംബന്ധിച്ച് സവിസ്തരം പ്രതിപാദിക്കുകയും ബഹുമാന്യനായ ഉസ്താദ് വിഷയം പൂർണ്ണമായും അവതരിപ്പിച്ച് കഴിയുമ്പോൾ ഈ വിഷയത്തിൽ സംഘടനാ ഗ്രൂപ്പുകൾ വ്യത്യാസമില്ലാതെ ആർക്കും എന്ത് ചോദ്യങ്ങളും ഈ വിഷയത്തെ ആസ്പദമാക്കി ചോദിക്കാവുന്നതും ഉചിതമായ മറുപടി ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ നൽകുന്നതും എല്ലാവരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന തെറ്റായ ധാരണകൾ ദൂരീകരിച്ച് സത്യസന്ധമായ പാതയിലൂടെ സഞ്ചരിക്കുവാൻ പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഉസ്താദിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് വിശാലമായൊരു പ്രഭാഷണം, ഒരു ക്ലാസ് നമുക്ക് കിട്ടും. അത് തീർത്തും പൂർണ്ണമായും അത് കേൾക്കുകയും ഇതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അച്ചടക്കത്തോടെ, സമാധാനത്തോടെ, സൗഹാർദ്ദത്തോടെ അത് പൂർണ്ണമായും കേൾക്കുകയും സംശയങ്ങൾ ചോദിച്ച് അതിൻ്റെ മറുപടി കഴിയുമ്പോൾ വീണ്ടും അതിൽ നിന്ന് സംശയമുണ്ടാകുന്നെങ്കിൽ ആ ഉപസംശയങ്ങൾ ചോദിച്ച് അതിന് മറുപടി കണ്ടെത്തി തെറ്റുകൾ തിരുത്തി ഹക്കായ മാർഗത്തിൽ ജീവിക്കണം എന്ന ഒരു പരമമായ ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ബൃഹത്തായ ദുആ കൊണ്ടും സാന്നിധ്യം കൊണ്ടും സദസ്സിനെ ധന്യമാക്കിയിരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾക്കാണ് സയ്യിദ് അവർകളെ ആദരപൂർവ്വം ഈ മഹത്തായ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ നമ്മുടെ വിഷയാവതരണത്തിന് ഇവിടെ എത്തിയിരിക്കുന്ന മമ്പാട് നജീബ് ഉസ്താദ് അവരുകളെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ ജമാഅത്തിൻ്റെ സെക്രട്ടറി, ഇതിൻ്റെ പ്രവർത്തനത്തിലെല്ലാം നമുക്കെല്ലാം പ്രചോദനം നൽകിയ ബഹുമാന്യനായ മുഹമ്മദ് നിസാർ അവരുകൾ, അദ്ദേഹത്തെയും ഈ മഹത്തായ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി എൻ്റെ സഹപ്രവർത്തകരും ഈ ജമാഅത്തിൽപ്പെട്ട മറ്റു 3 പള്ളികളിലും സേവനമനുഷ്ഠിക്കുന്ന മുദരിസും ഖത്തീബുമായ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് സഅദി ഉസ്താദ് അവരുകൾ, സാലിഹ് മഅദനി ഉസ്താദ് അവരുകൾ, മുജീബുർ റഹ്മാൻ ദാരിമി ഉസ്താദ് അവരുകളെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ വിവിധ മഹല്ലത്തുകളിൽ ഖത്തീബ് മുദരിസായി സേവനമനുഷ്ഠിക്കുന്ന ഒരുപാട് ഉസ്താദന്മാരിവിടെ പങ്കെടുത്തിട്ടുണ്ട്. പലരുടെയും പേരറിയാം, പലരുടെയും പേരറിയില്ല. അതുകൊണ്ട് അവർക്കെല്ലാം മൊത്തത്തിൽ ഈ സദസ്സിലേക്ക് അവരെ പൂർണ്ണമായും എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഅല്ലിമീങ്ങൾ, മുത്തഅല്ലിമീങ്ങൾ, അതേപോലെ തന്നെ ഈ നാട്ടുകാരായ ഓരോരുത്തർക്കും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അർഹമുർ റഹീമീനായ റബ്ബ് ഈ പരിപാടി ഒരു വമ്പിച്ച വിജയമാക്കി തീർക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾക്ക് വിട. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യനായ സയ്യിദ് അബ്ദുൽ ജബ്ബാർ ശിഹാബ് തങ്ങൾ പാണക്കാട് അവരുകളെ,
വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ് നടത്തുന്ന മൗലാന നജീബ് മൗലവി അവറുകളെ, ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിനെ സംബന്ധിച്ച് ബഹുമാന്യനായ സ്വാഗത പ്രാസംഗ്യൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇത് പതിറ്റാണ്ടുകളായി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ജമാഅത്താണ്. എന്നാൽ ഈ അടുത്ത കാലങ്ങളിലായി അതിൽ നിന്നും വ്യത്യസ്തമായി ചില ചിന്താശക്തികൾ ഉണ്ടാകുകയും അതിനെ സംബന്ധിച്ചൊക്കെ ചിലർ സംസാരിക്കുകയും ചെയ്യുന്ന ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇന്നാട്ടിലെ ഒരു വിഭാഗം ചെറുപ്പക്കാർ ചേർന്ന് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് യാഥാർത്ഥ്യം മനസ്സിലാക്കി ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് മരിക്കുവാനുള്ള വേദി ഒരുക്കുക എന്നുള്ളതാണ്. ആരെയും നമുക്ക് യാഥാർത്ഥ്യം എന്താണെന്ന് ബോധ്യപ്പെടണം. നമ്മളുടെ ഇടയിൽ പല സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കി നമുക്ക് യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബഹുഭൂരിപക്ഷം മത്സ്യത്തൊഴിലാളികളും കയർത്തൊഴിലാളികളും സാധാരണക്കാരും തിങ്ങിപ്പാർക്കുന്ന ഒരു ജമാഅത്താണ് ആറാട്ടുപുഴ ജമാഅത്ത്. നിങ്ങളുടെ പ്രാർത്ഥനകളിലെല്ലാം ഞങ്ങളെ, ഈ സാധുക്കളായ ജനങ്ങളെ നല്ല മനുഷ്യരായി ജീവിക്കുവാനും ഈ ജമാഅത്തിന്റെ അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടിയും ഈമാനോടുകൂടി യഥാർത്ഥ വിശ്വാസിയായി മരണപ്പെടുന്നതിനും ഉള്ള ഒരു പ്രാർത്ഥന, നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനകളിൽ ഞങ്ങളെ അതിൽ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഈ നാടിനു വേണ്ടി എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കുവാനുള്ളത്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ. ബഹുമാന്യരായ നജീബ് മൗലവി അവറുകളെ, ഹാഷിം ബാഫക്കി തങ്ങൾ കൊയിലാണ്ടി, മുഹമ്മദ് കുഞ്ഞി സാഹിബ്, സമദ് മൗലവി തുടങ്ങിയ പണ്ഡിതന്മാരെ, നേതാക്കന്മാർ, സദസ്സിലും വേദിയിലുമുള്ള ഉലമാക്കളെ, സുഹൃത്തുക്കളെ, ആറാട്ടുപുഴ മുസ്ലിം ജമാഅത്തിൽ നടത്തപ്പെടുന്ന ഈ നേർക്കുനേർ പരിപാടിയെ സംബന്ധിച്ച് ബഹുമാന്യരായ മുഹമ്മദ് കുഞ്ഞി സാഹിബ് അവറുകൾ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. മുസ്ലിം സമൂഹത്തിൽ വർത്തമാനകാലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില അപശബ്ദങ്ങളെ സംബന്ധിച്ചും മുൻകാല ഇമാമുകളും പണ്ഡിതന്മാരുമെല്ലാം കാണിച്ചു തന്ന മാർഗത്തിന് വിപരീതമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത മുസ്ലിം സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
അവിടുത്തെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും സ്വഹാബത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കണ്ടും കേട്ടും പഠിച്ചും മനസ്സിലാക്കി താബിഈങ്ങൾക്കും താബിഈങ്ങൾ മുഖേനയും മഹാന്മാരായ അയിമ്മത്തുകൾ മുഖേനയുമാണ് പരിശുദ്ധ ഇസ്ലാം മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ളത്. തവസ്സുൽ ഇസ്തിഗാസയെ സംബന്ധിച്ചുള്ള വിഷയമാണ്. ആ വിഷയത്തെ സംബന്ധിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ ഇവർ അവിടെ വിശദീകരിക്കും. ആ വിഷയത്തെ സംബന്ധിച്ച് ആർക്കെങ്കിലും വല്ല സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയം ചോദിക്കുകയാണെങ്കിൽ അതിന് മറുപടി നൽകാനും മഹാന്മാരായ പണ്ഡിതന്മാർ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് മുൻ തലമുറക്ക് മുൻകാലങ്ങളിലുള്ള ഉലമാക്കന്മാർ കാണിച്ചു തന്ന ആ പാരമ്പര്യത്തിന്റെ സത്യത്തിന്റെ മാർഗം, ആ മാർഗമാണ് യഥാർത്ഥ മാർഗമെന്ന് മുസ്ലിം സമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇതുപോലുള്ള സംഗമങ്ങളും ഇതുപോലുള്ള ചടങ്ങുകളും സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സത്യം മനസ്സിലാക്കാനും സത്യത്തിന്റെ പാത പിൻപറ്റാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സത്യത്തിലേക്കുള്ള സത്യം മനസ്സിലാക്കാനുള്ള ഒരു മാർഗമായി ഇതുപോലുള്ള വേദികൾ ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഫയാ അയ്യുഹന്നാസ് ഊസീകും ഇബാദല്ലാഹി വഇയ്യായ ബിതഖ്വല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولا يملك الذين يدعون من دونه الشفاعة إلا من شهد بالحق وهم يعلمون. صدق الله العلي العظيم. ആദരണീയരായ ഞങ്ങളുടെ ആത്മീയ സ്രോതസ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത തങ്ങളവർകളെ, ഈ പരിപാടിയുടെ ആവശ്യകതയും ഇതിപ്പോൾ സംഘടിപ്പിക്കാനുണ്ടായ പ്രത്യേക സാഹചര്യവും വിശദീകരിക്കപ്പെട്ടു. ലോകത്തു തന്നെ ഏതാണ്ടൊരു 200 കൊല്ലത്തിൻ്റെ പാരമ്പര്യമുള്ള ഒരു പുത്തൻ പ്രസ്ഥാനം, ബിദ്അത്ത് പ്രസ്ഥാനമാണ് വഹാബിസം. ഈ വഹാബിസം അതിൻ്റെ രൂപീകരണ കാലത്ത്, ആവിർഭാവകാലത്തു തന്നെ നമ്മുടെ ഇന്ത്യയുടെ വടക്കൻ ഭാഗങ്ങളിൽ, ഉത്തരേന്ത്യയിൽ കടന്നുകൂടുകയും പണ്ഡിതന്മാരിൽ ചിലരെയെങ്കിലുമൊക്കെ സ്വാധീനിക്കുകയും ചെയ്തപ്പോഴും രാഷ്ട്രീയ നേതാക്കളിൽ പലരെയും ആ പ്രസ്ഥാനത്തിൻ്റെ പുത്തൻ ചിന്താഗതികൾ ബാധിച്ചപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത് ബാധിക്കാതെ സംരക്ഷിച്ചത് അവിടുത്തെ ഉലമാക്കളുടെയും ദീനീ സ്ഥാപനങ്ങളുടെയും ജാഗ്രത കൊണ്ടും ശ്രദ്ധ കൊണ്ടുമായിരുന്നു. കേരളത്തിൽ മലബാർ കേന്ദ്രീകരിച്ചുകൊണ്ട് പൊന്നാനിയുടെ പാരമ്പര്യത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഉലമാക്കൾ തമിഴ്നാടിൽ വഹാബിസത്തിനു ഈറ്റില്ലമായ മക്കയിൽ, അതായത് മക്കയടങ്ങുന്ന സൗദി അറേബ്യയിലെ നജിദിലെ ഒരു പിഴച്ച പ്രസ്ഥാനമാണ് വഹാബിസം. ആ നജിദ് ഭാഗം ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യയിൽ നിന്ന് മക്കയുടെ സാരഥ്യം കൂടി ഏറ്റെടുത്ത സൗദി ഭരണകൂടത്തിലൂടെ ഉത്തരേന്ത്യൻ ഭാഗത്ത് വഹാബിസം പ്രചരിക്കുവാൻ
എളുപ്പമായെങ്കിലും മക്കയിൽ നിന്ന് വഹാബിസത്തെ അതിൻ്റെ ആരംഭകാലത്തു തന്നെ നഖശിഖാന്തം എതിർത്ത രണ്ടാം ഇബ്നു ഹജർ എന്ന ഉലമാക്കളാൽ വാഴ്ത്തപ്പെട്ട അൽ ആലിമുൽ അല്ലാമ മുഫ്തി മക്കയിൽ പ്രസിദ്ധരായ മുഫ്തിയായിരുന്ന സയ്യിദ് അഹമ്മദ് സൈനി ദഹ്ലാൻ തങ്ങളവറുകൾ അവരുടെ നേതൃത്വത്തിൽ വഹാബിസത്തിനെതിരുള്ള പ്രതിരോധവും ശക്തമായ ചെറുത്തുനിൽപ്പും ബിദ്അത്തുകൾക്കെതിരെയുള്ള ആക്രമണവും മക്കയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന കാലത്ത് മഹാനരുടെ കളരിയിൽ വളർന്ന ദക്ഷിണേന്ത്യയിലെ മദ്രസകളുടെ മാതൃസ്ഥാപനമായ ബാഖിയാത്തു സ്വാലിഹാത്ത് അറബി കോളേജിൻ്റെ സ്ഥാപകരും ബാനിയുമായ ശംസുല്ലലമ ഷാഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് ഹളറത്ത്, അതായത് ബാനി ഹളറത്ത് നവ്വറല്ലാഹു മർഖദഹു തങ്ങളവരുടെ നേതൃത്വത്തിൽ ദക്ഷിണേന്ത്യൻ ഭാഗങ്ങളിൽ വഹാബിസം കടന്നു വരാൻ അനുവദിക്കാതെ, ഉലമാക്കളെ അത് ബാധിക്കാൻ അനുവദിക്കാതെ ശക്തമായ ഒരു പണ്ഡിത നിര തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. തന്മൂലം 200 കൊല്ലം പഴക്കമുള്ള വഹാബിസം നമ്മുടെ കേരളത്തിലും കേരളത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന തമിഴ്നാട്, കർണാടക തുടങ്ങിയുള്ള സംസ്ഥാനങ്ങളിലുമൊക്കെ വന്നെത്താൻ വീണ്ടും ഒരു നൂറ്റാണ്ടുകാലത്തിലപ്പുറമെടുത്തു. ഇപ്പോൾ ഒരു 3/4 നൂറ്റാണ്ട്, ഒരു 10-75 കൊല്ലത്തെ പഴക്കമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വഹാബിസത്തിനുള്ളത്. ഈ വഹാബിസം വന്ന ശേഷം അതൊരു ചീത്തപ്പേര് എന്ന നിലയിലല്ല, വഹാബി എന്നതൊരു ചീത്തപ്പേരാണ് എന്ന് പരിതപിക്കുകയും അഭിപ്രായപ്പെടുകയും ചെയ്യുന്നവരുണ്ട്. ഞാൻ ആ നിലയിലല്ല സംസാരിക്കുന്നത്. വഹാബിസം എന്നത് ആ ഇസത്തെ പരിചയപ്പെടുത്താൻ, ആ ചിന്താഗതിയെ പരിചയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു ശബ്ദമാണ്. ആ വഹാബിസത്തിൻ്റെ ചിന്താഗതികളിൽ ഏറ്റവും അപകടകരമായതും വഹാബിസത്തിൻ്റെ പ്രവർത്തനത്തിൽ അതിൻ്റെ പ്രവർത്തകന്മാർ ഏറ്റവും അഭിമാനം കൊള്ളുന്നതുമായ തവസ്സുൽ ഇസ്തിഗാസ എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മുടെ ഈ പരിപാടിയിൽ ചർച്ച ചെയ്യുന്നത്. മുസ്ലിം ഉമ്മത്ത് 100 വർഷത്തിലിപ്പുറം മാത്രമേ തൗഹീദ് പഠിച്ചുള്ളൂ. അതിനു മുൻപ് കടന്നുപോയ 12 നൂറ്റാണ്ടിലെ മുസ്ലിമീങ്ങൾ അത്രയും ശിർക്കിലായിരുന്നുവെന്നും അവരൊക്കെ മുശ്രിക്കുകളായിരുന്നുവെന്നും വാദിച്ചുകൊണ്ടും ജൽപ്പിച്ചുകൊണ്ടും ഒരു കൂട്ടം ആളുകൾ കടന്നു വരുമ്പോൾ വർത്തമാനകാലത്തെ മുസ്ലിം സംഘടനകൾക്കിടയിൽ നടക്കുന്ന ഒരു പ്രശ്നമായി ഈ വിഷയത്തെ ചെറുപ്പക്കാർ കാണാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിതിൻ്റെ ചരിത്രം വ്യക്തമായി ഒരൽപ്പം സൂചിപ്പിച്ചത്. അഷ്റഫ് ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ സമ്പൂർണമായി ലഭിച്ചിട്ടുള്ള പരിശുദ്ധ ഇസ്ലാം 12 നൂറ്റാണ്ടുകൾ പിന്നിട്ട ശേഷമാണ് വഹാബിസത്തിൻ്റെ പിറവി ഒരു ഇസം എന്ന രീതിയിൽ, ഒരു പ്രസ്ഥാനം എന്ന രീതിയിൽ. ഈ 12 നൂറ്റാണ്ടുകളിൽ മുസ്ലിമീങ്ങളിൽ എത്ര തലമുറകൾ കടന്നുപോയി? ഒരു നൂറ്റാണ്ടിൽ ഒരു തലമുറയല്ല, ഒന്നിലധികം തലമുറകൾ ഒരു നൂറ്റാണ്ടിൽ ഉണ്ടാകും. ഏതു വർഷത്തിലും 2-3 തലമുറകൾ സംഗമിക്കും. ആ നിലക്ക് കണക്ക് കൂട്ടിയാൽ 12 നൂറ്റാണ്ടുകളിൽ 1200 വർഷങ്ങളിൽ മുസ്ലിം തലമുറകൾ ലോകത്തെത്ര കടന്നുപോയി? ഇവർക്കാർക്കും തൗഹീദ് എന്താണ്, ശിർക്ക് എന്താണ് എന്ന് പോലും മനസ്സിലായില്ലെന്നും അവരാചരിച്ച ആചാരങ്ങളും അവർ പുലർത്തിപ്പോകുന്ന വിശ്വാസങ്ങളുമൊക്കെ ശിർക്കിലും ബിദ്അത്തിലും കുടുങ്ങിക്കിടക്കുകയായിരുന്നുവെന്നും കുളിച്ചു കിടക്കുകയായിരുന്നുവെന്നും ഒരു 10-100 കൊല്ലത്തിനിപ്പുറം മാത്രം പാരമ്പര്യമോ പഴക്കമോ അവകാശപ്പെടുന്ന ഒരു പുത്തൻ പ്രസ്ഥാനം ആരോപിക്കുമ്പോൾ ഈ ആരോപണം കേവലം വർത്തമാനകാലത്ത് പ്രവർത്തിക്കുന്ന 2-3 വിഭാഗങ്ങൾ തമ്മിൽ നടക്കുന്ന ആരോപണമോ മറുപടിയോ പ്രതിരോധമോ ആയി മാത്രം നമ്മൾ കാണരുത്.
നമുക്കറിയാം, ഇന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പേരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഉലമാ സംഘടനകളും ആ സംഘടനയുടെ പേരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരും പ്രബോധകന്മാരും ഇവരൊക്കെ ശിർക്കിലാണ്, ഇവരൊക്കെ വികാരങ്ങളാണ് പ്രചരിപ്പിക്കുന്നത് എന്ന നിലയിൽ മാത്രമല്ല വഹാബിസത്തിന്റെ ആരോപണത്തെ നാം പഠിക്കേണ്ടതെന്ന് വിലയിരുത്തുക. ഇന്ന് വർത്തമാനകാലത്ത് ഏത് സംഘത്തിന് കീഴിൽ ജീവിച്ചാലും ആ സംഘത്തിന് കീഴിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതു നിലപാട് സമൂഹത്തിൽ ഉണ്ടാകും. നമ്മുടെ കാലത്ത് നമ്മുടെ ഹദീമാരെ, നമ്മുടെ ഇമാമാരെ, നമ്മുടെ മുദരിസ്മാരെ എന്ത് ചിന്ത? നമ്മുടെ മുദരിസിനെ നമുക്കറിയാലോ, നമ്മുടെ ഇമാമനെ നമുക്കറിയാലോ, നമ്മുടെ ഹദീമിനെ നമുക്കറിയാലോ എന്ന് പറഞ്ഞാൽ അവർക്ക് ഏത് വിധത്തിലിരിക്കുന്നു, ഇസ്ലാമികമായി അവരുടെ നിലപാടെന്താണ്, ഈമാനികമായി അവർ എവിടെ നിൽക്കുന്നു എന്നൊക്കെ പ്രവർത്തനം അവരുടെ ജീവിത രീതിയും കണ്ട് വായിക്കാൻ ചിലപ്പോൾ വർത്തമാന തലമുറയിലെ ചെറുപ്പക്കാർക്കോ ആളുകൾക്കോ സാധിച്ചിട്ടുണ്ട്. അവർ ശിക്കാണ് ഇടത്താണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആരോപിക്കുമ്പോൾ ശരി തന്നെയാണ്. വികാരത്തിലുള്ള ശുദ്ധം പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മൾ വഴിതെറ്റിക്കുന്നവരാണ് ഈ ആളുകളൊക്കെ. പുതുതലമുറയിൽപ്പെട്ട ചെറുപ്പക്കാർ മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും കഴിയുന്നതാണ്. ഇവിടെ പ്രശ്നം ഇതല്ല. വർത്തമാനകാലത്ത് ജീവിക്കുന്ന പണ്ഡിതന്മാരുടെയും ഇമാമുമാരുടെയും മുദരിസുമാരുടെയും വിഷയമല്ല ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം. സമ്പൂർണമായി ഇസ്ലാമിനെ അവതരിപ്പിച്ച ശേഷം 12 നൂറ്റാണ്ടുകളിൽ കഴിഞ്ഞുപോയിട്ടുള്ള മുസ്ലിം തലമുറകളിലുള്ള എല്ലാ വിശ്വാസികളും, അവരിൽ മുഹദ്ദിസുകളുണ്ട്, മുഫസ്സിറുകളുണ്ട്, ചരിത്ര പണ്ഡിതന്മാരുണ്ട്, ഫുഖഹ ഉണ്ട്, വലിയ വലിയ വിജ്ഞാന സമുദ്രങ്ങളായ ഉലമാക്കളുണ്ട്. ദീൻ എന്താണെന്ന് പഠിക്കാൻ, ഖുർആൻ എന്താണെന്ന് പഠിക്കാൻ, ഹദീസുകൾ എവിടെയാണെന്ന് വായിക്കാൻ, ഹദീസുകൾ നമുക്ക് ലഭിക്കാൻ എല്ലാ വിഭാഗവും ആശ്രയിക്കുന്ന ഏറ്റവും സമ്പൂർണരായ ഉലമാക്കളും എല്ലാവരും സമ്മതിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന സർവാംഗീകൃതരായ ഇമാമുകളുമാണ് തവസ്സുലും ഇസ്തിഗാസയുമൊക്കെ മുസ്ലിമീങ്ങൾക്കിടയിൽ നടപ്പാക്കിയവരും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നവരും. അവരൊക്കെ മുശ്രിക്കാണെന്നും അവരുടെ ആ നിലപാട് ശിർക്കാണെന്നും അവർ ആചരിച്ചു വരുന്ന ആചാരങ്ങൾ ബിദ്അത്താണെന്നും അവർ തൗഹീദിൽ നിന്ന് പുറത്താണെന്നും ആരോപിക്കുന്നത് എത്ര വലിയ അപകടകരമായ ആരോപണമാണ് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വിശേഷിച്ച് ചെറുപ്പക്കാർ വിലയിരുത്തണം. ചെറുപ്പക്കാരുടെ ഇടയിൽ ചെന്ന് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് ആ പള്ളിയിലെ ഖത്തീബ്, ഈ പള്ളിയിലെ ഖത്തീബ്, നമ്മളെ നാട്ടിലെ ഖത്തീബ്, ഇവരൊക്കെ നമ്മളെ ചൂഷണം ചെയ്യാണ്. അവർക്കൊക്കെ പണം കിട്ടാൻ വേണ്ടിയിട്ട് മൗലൂദ്, പണം കിട്ടാൻ വേണ്ടിയിട്ട് റാത്തീബ്, പണം കിട്ടാൻ വേണ്ടിയിട്ട് ഖുതുബിയത്ത്, ഇതിലൊക്കെ ശിർക്കാണ്, ഇതിലൊക്കെയും ബിദ്അത്താകുന്നു, ഇതിലൊക്കെയും അന്ധവിശ്വാസങ്ങളാകുന്നു എന്ന് പ്രചരിപ്പിക്കുമ്പോൾ ശരിയാണ്, നമ്മളും പണം കൊടുത്തതല്ലേ, നമ്മളും അവരെ സഹായിച്ചതല്ലേ, നമ്മുടെ വീട്ടിൽ ഓതിയതല്ലേ, കൈമടക്ക് നൽകിയതല്ലേ എന്ന് ചിന്തിക്കുന്ന ചെറുപ്പക്കാർ പെട്ടെന്ന് നമ്മുടെ വർത്തമാനകാലത്തെ ഇമാമുമാരെയും ഖത്തീബുമാരെയും മുദരിസുമാരെയും കണ്ടുകൊണ്ട് പറയാൻ വഴിയുണ്ട്. അങ്ങനെ നിസ്സാരമായി കാണരുത് ഈ ആരോപണം. ഈ ആരോപണം ചെന്നെത്തുന്നത് എവിടെയാണ്? ആരിലാണ് ഈ ശിർക്കാരോപണം ചെന്നു തറക്കുന്നത്? ആരെയാണ് ഇവരുടെ ആരോപണത്തിലൂടെ ശിർക്കിന്റെ ആളുകളാക്കുന്നത്? ആരൊക്കെ മുശ്രിക്കുകളാണെന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ വിലയിരുത്തുമ്പോഴേ വഹാബിസം ഇവിടെ ഉണ്ടാക്കി തീർത്ത ഫിതനയുടെയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഫസാദുകളുടെയും ഗൗരവം പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുന്നത് തവസ്സുൽ ഇസ്തിഗാസ എന്നത് സമൂഹത്തിൽ നിലനിന്നിരുന്ന ആചാരങ്ങളായി എങ്ങനെ വന്നുവെന്നും ഏത് രൂപത്തിൽ വന്നുവെന്നും അതിന് ഇസ്ലാമികമായി എന്തു മാനമുണ്ടെന്നും സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രകാരത്തിലും രൂപത്തിലുമാണ്. ഹിജറയുടെ 7 വർഷം പിന്നിട്ട് 700 വർഷം 7 നൂറ്റാണ്ടുകൾ പിന്നിട്ട ശേഷം ഡമാസ്കസിൽ പിറന്ന, ഡമാസ്കസിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇബ്നു തൈമിയ എന്ന ഒരു പണ്ഡിതൻ, ഷെയ്ഖ് അഹ്മദ് ഇബ്നു തൈമിയ എന്ന് കിതാബുകളിൽ, അവരുടെ കിതാബുകളിൽ, വഹാബികളുടെ കിതാബുകളിൽ വാഴ്ത്തു. അദ്ദേഹം ജീവിക്കുന്നത് ഹിജറ 7-8 നൂറ്റാണ്ടുകളിലാണ്. 8-ാം നൂറ്റാണ്ടിലാണ്
അദ്ദേഹത്തിൻ്റെ ചിന്താഗതികളിൽ മാറ്റമുണ്ടായതും പുതിയ ചിന്താഗതികൾ അദ്ദേഹം പ്രചരിപ്പിക്കാൻ തുടങ്ങിയതും. ഒരു 1/4 നൂറ്റാണ്ട് കാലം അദ്ദേഹം ജീവിച്ചപ്പോൾ എന്തോ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, മഹാന്മാരായ ഇമാമുകൾ പറഞ്ഞതുപോലെ റജുലുൻ അദല്ലഹുല്ലാഹ്, അല്ലാഹു പിഴപ്പിച്ചയാൾ, അഅമാഹുല്ലാഹ്, അല്ലാഹു അന്ധത നൽകിയയാൾ, അല്ലാഹു തആല മനക്കണ്ണിന് അന്ധത നൽകിയയാൾ, ഗുരുത്വം കിട്ടാതെ പോയയാൾ എന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ ഇമാമുകൾ വിശേഷിപ്പിച്ച, എന്ന് ഇമാമുകൾ പറഞ്ഞ ആ ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന ഒരാൾ ഡമാസ്കസിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞുവിട്ട പുതിയ വാദങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ വിരിഞ്ഞ ഏതാനും ചിന്തകൾ, ഈ ചിന്തകൾ അക്കാലത്തുള്ള ഉലമാക്കൾ കുഴിച്ചു മൂടിയിരുന്നു. അദ്ദേഹത്തോട് സംവദിച്ചുകൊണ്ട് അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയിരുന്നു. ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ സംവാദങ്ങൾ ഉലമാക്കൾക്കിടയിൽ സംഘടിപ്പിച്ചിരുന്നു. ആ സംവാദങ്ങളിൽ തന്റെ നിലപാടുകൾ സ്ഥാപിക്കാൻ കഴിയാതെ മുസ്ലിം ഉമ്മത്തിനെ ശിർക്കിലേക്ക്, അവരെയൊക്കെ ബിദ്അത്തിലേക്ക് തള്ളി വീഴ്ത്തുന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടപ്പോൾ അതതുകാലത്തെ ഭരണകൂടങ്ങളുടെ പേരിൽ അദ്ദേഹം തുറുങ്കിലടക്കപ്പെടുകയും ജയിലിലടക്കപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ മുസ്ലിം ലോകത്ത് ഉലമാക്കൾക്കിടയിൽ തീർത്തും വായിക്കപ്പെടാതെ, ഗൗനിക്കപ്പെടാതെ വിസ്മൃതമായി കഴിഞ്ഞിരുന്നു. ആ വിസ്മൃതമായി കഴിഞ്ഞ ഗ്രന്ഥങ്ങൾ പിന്നീട് പുനർവ്യായനം നടത്തപ്പെടുന്നതും പിന്നീട് അതെടുത്ത് ഉപയോഗിക്കുന്നതും അദ്ദേഹം മരണപ്പെട്ട് 3 നൂറ്റാണ്ടുകൾ പിന്നിട്ട ശേഷം, 3 നൂറ്റാണ്ടുകൾ പിന്നിട്ട ശേഷമാണ്, 3-4 നൂറ്റാണ്ടുകൾ തന്നെ പിന്നിട്ട ശേഷമാണ് എന്നോർക്കുമ്പോഴാണ് വഹാബിസത്തിന്റെ പാരമ്പര്യവും വഹാബിസത്തിന്റെ അടിവേരും എത്ര പിഴച്ചതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുക. ഈ ഇബ്നു തൈമിയ്യയുടെ ചിന്താഗതികൾ ഒപ്പിക്കുന്നതിന് വേണ്ടി ആ ചിന്താഗതിയിൽ ഉണ്ടാക്കി തീർത്ത ഒരു പ്രസ്ഥാനമാണ് വഹാബിസം. അവർ മുസ്ലിം ഉമ്മത്തിനെ ശിർക്കാക്കുന്നതിലും മുശ്രിക്കുകളാക്കുന്നതിനും പ്രധാന കാരണമായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് തവസ്സുൽ ഇസ്തിഗാസ എന്നത്. മൗലിദുകൾ ശരിയല്ല, മൗലിദുകൾ പാടില്ല എന്നവർ പറയുന്നതിന്റെ പിന്നിലുള്ളത് അതിൽ തവസ്സുലുകളും ഇസ്തിഗാസകളും ഉണ്ട് എന്നാണ്. കുത്തുബിയത്ത് പാടില്ല എന്നതിന് അവർ കാരണം പറയുന്നത് അതിൽ ഇസ്തിഗാസയുണ്ട്, ശിർക്കാണ് എന്നാണ്. മാലകൾ പാടില്ല, റാത്തീബുകൾ പാടില്ല എന്നതിന് അവർ ന്യായം പറയുന്നത് അതിൽ ഇസ്തിഗാസയുണ്ട്, തവസ്സുലുണ്ട് എന്നാണ്. അപ്പോ നിലവിലിരിക്കുന്ന ആചാരത്തിലെ എല്ലാ പുണ്യങ്ങളും പുണ്യകർമ്മങ്ങളും ദിക്റുകളും സത്കീർത്തനങ്ങളും എല്ലാം ഇവർ തള്ളിപ്പറയുന്നതും ബിദ്അത്താണെന്ന് ആരോപിക്കുന്നതും തവസ്സുലിനെയും ഇസ്തിഗാസനെയും ഉദ്ദേശിച്ചുകൊണ്ടും അതിൻ്റെ ഉള്ളടക്കമുണ്ട് എന്നാരോപിച്ചുകൊണ്ടുമാണ്. അതുകൊണ്ടു തന്നെ എല്ലാ ശിർക്കുകളുടെയും ബിദ്അത്തുകളുടെയും അടിവേരായി അവർ ഉയർത്തിപ്പിടിക്കുന്ന തവസ്സുൽ ഇസ്തിഗാസ എന്ന വിഷയം ഇസ്ലാമികമായി എങ്ങനെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഇസ്ലാമിക രീതിയിലും സംസ്കാരത്തിലും ഇത് നിലവിലുണ്ടോ എന്ന ഒരു ചെറിയ വിശദീകരണമാണ് വിഷയാവതരണം എന്ന നിലക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ പുത്തൻവാദികൾക്കുള്ള ഒരു നിലപാട്, ഒരു ഉറച്ച നിലപാടിൽ അവർ നിൽക്കുന്നില്ല എന്ന ഒരഴകുഴമ്പൻ നിലപാട് എന്ന് നമ്മൾ പറയുന്ന ആ നിലപാടാണ്. എന്താണ് അവരുടെ കൃത്യമായ വാദം? ഇത് കൃത്യമായി അവതരിപ്പിക്കപ്പെടുന്നില്ല. പലപ്പോഴും പല രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. അവരുടെ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള ആളുകൾ, അവരുടെ ഗ്രന്ഥങ്ങളും ലഘുലേഖകളുമൊക്കെ വായിക്കുന്ന ആളുകൾ ഞാൻ പറയുന്ന കാര്യം പ്രത്യേകം ഓർത്തു നോക്കുക, ശ്രദ്ധിച്ചു നോക്കുക. ശ്രദ്ധിച്ചു വിലയിരുത്തിയാൽ ഇത് ബോധ്യപ്പെടും. കൃത്യമായി എന്താണ് ഇസ്തിഗാസയിലുള്ളതെന്നും തവസ്സുലിലുള്ളതെന്നും ഇവർ ശരിക്കു വിവരിക്കാറില്ല. മനുഷ്യന്റെ കഴിവിന് അതീതമായ വിഷയങ്ങൾ അല്ലാഹു അല്ലാത്തവരോട് ചോദിക്കാൻ പാടില്ല, പറയാൻ പാടില്ല, സഹായം ചോദിക്കാൻ പാടില്ല എന്ന് പറയും ചിലപ്പോൾ. അപ്പോൾ മനുഷ്യന്റെ കഴിവിന് അതീതമായ വിഷയങ്ങളാകുമ്പോഴേ കുഴപ്പമുള്ളൂ. മനുഷ്യന്റെ കഴിവിലുള്ള വിഷയങ്ങൾ ചോദിച്ചാൽ കുഴപ്പമില്ല എന്നാണ് പെട്ടെന്ന് മനസ്സിലാക്കുക. എന്നാൽ അത്തരം കാര്യങ്ങൾ തന്നെ മരണപ്പെട്ടു പോയ ആരെയെങ്കിലും നമ്മൾ വിളിക്കുകയോ അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ മഹാത്മാക്കളുടെ മുൻപിൽ പോയി നിന്നുകൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും പറയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ശൈഖുമാരെയോ വലിയുമാരെയോ വിളിച്ചുകൊണ്ട് നമ്മൾ കേഴുകയോ പ്രയാസപ്പെടുകയോ ചെയ്താലൊക്കെ
ഇത് ശിർക്കാണ്, ഇസ്തിഗാസയാണ് എന്നാണ് ഇവർ ആരോപിക്കുക. അപ്പോൾ കാരണം പറയുന്നത് മരിച്ചുപോയവരായി നിങ്ങൾ ഉന്നയിക്കുന്ന തെളിവുകളിലെല്ലാം ജീവിച്ചിരിക്കുന്നവരോടാണ് ചോദ്യം. ജീവിച്ചിരിക്കുന്നവരോട് ചോദിക്കുന്നതും ജീവിച്ചിരിക്കുന്നവരോട് സങ്കടം പറയുന്നതും ജീവിച്ചിരിക്കുന്ന മഹാത്മാക്കളോട് ശുപാർശ തേടുന്നതും പ്രശ്നമല്ല, അത് ചർച്ചാ വിഷയമല്ല. മരണപ്പെട്ടവരോട് ചോദിക്കുന്നതാണ് ഇവിടെ പ്രശ്നം, അല്ലെങ്കിൽ സ്ഥലത്തില്ലാതെ അദൃശ്യരായി കിടക്കുന്നവരോട് ചോദിക്കുന്നതാണ് പ്രശ്നം എന്നാകും ചിലപ്പോൾ പറയുക. ഇവിടെ കൃത്യതയില്ല. അള്ളാഹുവിൻ്റെ കഴിവിന് അതീതമായ കാര്യങ്ങൾ ചോദിക്കുന്നതാണ് വിഷയമെങ്കിൽ ജീവിച്ചിരിക്കട്ടെ മരിക്കട്ടെ രണ്ട് സമയത്ത് ചോദിക്കുന്നതും ശിർക്കാകണ്ടേ? മരിച്ചവരോട് ചോദിക്കുന്നതാണ് പ്രശ്നമെങ്കിൽ മനുഷ്യ കഴിവിന് അതീതമാകട്ടെ അധീനമാകട്ടെ രണ്ടുതരം വിഷയങ്ങൾ ചോദിക്കുന്നതും ശിർക്കാവണ്ടേ? എവിടെയാണ് കൃത്യമായി ഇസ്തിഗാസയുടെ ശിർക്ക് കുടിയിരിക്കുന്നത് എന്ന് ആരോപകർ വ്യക്തമാക്കുന്നില്ല എന്നത് ഈ വിഷയത്തിലെ അവരുടെ ഒരു കൃത്യതയില്ലായ്മക്കും അവബോധമില്ലായ്മക്കും ഏറ്റവും വലിയ ശക്തമായ തെളിവായി തന്നെ നമുക്ക് കണക്കിലെടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ തവസ്സുൽ എന്നത് നമ്മൾ എന്തെങ്കിലും വിഷയം അല്ലാഹു തആലാന്റെ മുമ്പിൽ വെച്ചിട്ട് ആ മുമ്പിൽ വെച്ച കാര്യത്തെ പ്രതി നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിനാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. ആ ഉപയോഗത്തിൽ വിവിധ ഇനം തവസ്സുലുകളുണ്ട്. ആ തവസ്സുലുകൾക്കൊക്കെ തെളിവുമുണ്ട്. ഇമാം ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്ത ഒരു ഹദീസിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുന്ന ഒരു മഹാസംഭവമുണ്ട്. വഴിയാത്രക്കാരായിരുന്ന കുറെ ആളുകൾ അപകടത്തിൽപ്പെട്ടിട്ട് ഒരു മലയിലേക്ക് അവർ മരം നോക്കാൻ വേണ്ടി പോവുകയും മരം മുറിച്ചുകൊണ്ട് കുടുംബം പോറ്റാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നതിനിടയിൽ കാറ്റും കോളും മഴയും വന്നപ്പോൾ അവർ ആത്മരക്ഷാർത്ഥം സുരക്ഷയ്ക്ക് വേണ്ടി അവർ ഗുഹയിൽ പോയി. ആ ഗുഹയിൽ ഇരുന്നു കൊണ്ട് മഴയെ തളക്കുകയും മഴ കൊള്ളാതിരിക്കുകയും ചെയ്യുന്നതിനിടയിൽ ശക്തമായ ഒരു ഉരുൾപൊട്ടലുണ്ടായിട്ട് മുകൾ ഭാഗത്തു നിന്നൊരു വലിയ പാറക്കല്ല് ഉരുണ്ടുവന്നിട്ട് ഇവരുടെ ഗുഹാമുഖം അടച്ചു കളഞ്ഞു. ഇരുട്ടിലും അന്ധകാരത്തിലും പെട്ട അവർക്ക് രക്ഷപ്പെടാൻ മാർഗമില്ലാതായി. ആ സമയത്ത് എന്ത് ചെയ്യേണ്ടു എന്നറിയാതെ ആ മൂന്നാളുകൾ ചെയ്ത ഏറ്റവും സുന്ദര സൽക്രമം എന്നവർക്ക് ബോധ്യമുള്ള സൽക്രമം എടുത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, പടച്ചവനെ, ഈ പ്രവൃത്തി ഞാൻ ചെയ്തത് നിന്റെ ഇഷ്ടത്തിനും നിന്റെ പ്രീതിക്കും ആഗ്രഹിച്ചു മാത്രമാണെന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ, ആത്മാർത്ഥമായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ, ആ കർമ്മത്തെ മാനിച്ചുകൊണ്ട് അതിന്റെ ഹക്ക് കൊണ്ട് നീ ഞങ്ങളുടെ പാറക്കല്ല്, മുഖാമുഖത്ത് വന്ന ഈ പാറക്കല്ല് നീക്കേണമേ എന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതം, ആ പാറക്കല്ല് തൊട്ടു പുറകോട്ട് കുറച്ചു പോയി. എങ്കിലും പുറത്തു കിടക്കാനുള്ള വിടവുണ്ടായില്ല. രണ്ടാമനും മൂന്നാമനും ഇതുപോലെ സത്ക്രമങ്ങൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മുൻപിൽ ഗുഹാമുഖത്ത് വന്നടിഞ്ഞ പാറക്കല്ല് തീർത്തും മാറി നിൽക്കുകയും സുഖകരമായി അവർക്ക് മഴ മാറിയപ്പോൾ പുറത്തു വരാൻ കഴിയുകയും ചെയ്തു എന്ന ഒരു സംഭവം ബനൂ ഇസ്രായേലിൽ നടന്നതായി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുന്നുണ്ട്. ഇത് ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്ത ഹദീസാണ്. ഇത്തരം ഹദീസുകൾ വെച്ചുകൊണ്ട് സുന്നികൾ സംസാരിക്കുമ്പോൾ വഹാബികൾ പറയും, ഇത്തരം തവസ്സുലുകളെ ഞങ്ങൾ എതിർക്കുന്നില്ല. കാരണം ഇത് സത്കർമ്മങ്ങൾ കൊണ്ടുള്ള തവസ്സുലാണ്. അവനവൻ ചെയ്ത നല്ല പ്രവൃത്തികൾ അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ചിട്ട് മാധ്യമമാക്കി വെച്ചിട്ട് ഇതിന്റെ ഹക്ക് കൊണ്ട് പടച്ചവനെ നീ ഞങ്ങളെ സഹായിക്കണേ, നീ ഞങ്ങൾക്ക് രക്ഷ നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ എതിർക്കുന്ന തവസ്സുലല്ല എന്ന് പറയും. അതേസമയം പ്രസംഗങ്ങളിലും പ്രസിദ്ധീകരണങ്ങളിലുമൊക്കെ അവർ തവസ്സുലിനെ എതിർക്കുമ്പോൾ എന്തിനാണ് ഇടയിലൊരു മാധ്യമം? ഡയറക്റ്റായിട്ട് തന്നെ അള്ളാഹുവിനോട് കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ? ഇൻഡയറക്റ്റ് ആയിട്ട് എന്തിനു കാര്യങ്ങൾ പറയണം? അള്ളാഹുവിന്റെ മുമ്പിൽ സ്വാധീന ശക്തി നമ്മുടെ കർമ്മങ്ങൾക്കുണ്ടോ, ഏതെങ്കിലും ആളുകൾക്കുണ്ടോ, മഹാത്മാക്കൾക്കുണ്ടോ? പിന്നെ എങ്ങനെയാണ് അവരുടെ ഹക്ക് കൊണ്ട്, ജാഹ് കൊണ്ട്, ബർക്കത്ത് കൊണ്ട് ഈ രീതിയിൽ മാധ്യമം മുന്നിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും അള്ളാഹുവിനോട് കാര്യങ്ങൾ പറയുകയും ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ മാധ്യമങ്ങൾ എന്തായാലും പാടില്ല, നേരിട്ട് തന്നെ ആയിരിക്കണം എന്ന വാദത്തിലേക്കാണ് അവർ ആളുകളെ കൊണ്ടുപോകുന്നത്. ഇവിടെ എവിടെയാണ് കൃത്യമായി എതിർക്കുന്ന തവസ്സുൽ? ഇതെന്റെ ചെറുപ്പക്കാർ പ്രത്യേകം ഊന്നി മനസ്സിലാക്കണം. വഹാബിസവുമായി കടന്നു വരുന്ന ആളുകളോട് തവസ്സുലും ഇസ്തിഗാസയും എതിർക്കുന്ന പോയിന്റ് എവിടെയാണ്? അത് ശിർക്കാകുന്ന പോയിന്റ് എവിടെയാണ്? അത് അനാചാരമോ ഹറാമോ ആകുന്ന കാരണം എവിടെയാണ് എന്ന് കൃത്യമായി വിവരിക്കുന്നിടത്ത് ഒരഴകുഴമ്പൻ നിലപാട്, ഒരവ്യക്തത അവരുടെ ഭാഗത്തുണ്ട്. വിഷയം മനസ്സിലാക്കാത്തത് കൊണ്ട്
കാര്യങ്ങൾ പോലും വാദങ്ങൾ പോലും എന്താണെന്ന് അവബോധമില്ലാതെ എങ്ങു നിന്നൊക്കെയോ കിട്ടുന്ന ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ശരിക്കും മതയുക്തിവാദികളായി തന്നെ മാറിയിട്ട് അവതരിപ്പിക്കുന്ന ഒരു നിഷേധ ചിന്തയാണ് ഇന്നത്തെ വഹാബിസം ഈ വിഷയകമായി പരത്തിക്കൊണ്ടിരിക്കുന്നത്, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം ചെറുപ്പക്കാർ ശരിക്കും മനസ്സിലാവുക. ഈ വിഷയം ചിന്തിച്ചാൽ സംവാദവുമായി ബന്ധപ്പെട്ടിട്ട് ഈ വഹാബികൾ വരികയാണെങ്കിൽ അല്ലാഹു തആലാന്റെ മുമ്പിൽ എന്തു തരം തവസ്സുലാണ് നിങ്ങൾ എതിർക്കുന്നത്? എന്താണ് അതിൻ്റെ കാരണം? ഇന്ന തവസ്സുലാണ് എതിർക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രമാണം വിവരിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുമായിരുന്നു. ഇസ്തിവാസയെ എതിർക്കുമ്പോഴും ആ ഇസ്തിവാസ മരിച്ചവരോടാകുന്നതാണോ പ്രശ്നം? അതല്ല അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങളും സൃഷ്ടികളോട് ചോദിക്കേണ്ട കാര്യങ്ങളും എന്നിങ്ങനെ രണ്ടായി തരം തിരിച്ചിട്ട് അള്ളാഹുവിന് മാത്രം കഴിയുന്ന ചില കാര്യങ്ങളും സൃഷ്ടികൾക്ക് കൂടി കഴിയുന്ന ചില കാര്യങ്ങളും എന്ന ചിന്താഗതി ഉണ്ടാക്കിയിട്ട് അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ ചോദിക്കുന്നിടത്താണോ പ്രശ്നം എന്ന് അവരെ പിടിച്ചു നിർത്തിയിട്ട് അവരുടെ വാദത്തിന് കൃത്യത വരുത്തിയിട്ട് സംവദിക്കാനും സംസാരിക്കാനും പ്രമാണങ്ങൾ നിരത്തുവാനും നമുക്ക് പറ്റിയിരുന്നു. അതിനൊരവസരം ഈ നേർക്കുനേറെന്ന പരിപാടി ഏതാണ്ടൊരു 10 വർഷത്തോളമായി നടത്തി വരുന്നു. ഏതാണ്ട് ഒരു 8-9 വർഷം ഏതായാലുമായി. ഈ 8-9 വർഷമായി നടന്നു വരുന്ന നേർക്കുനേർ പരിപാടിയിലെ എല്ലാ പരിപാടികളിലും ഏതു പ്രദേശത്ത് വെച്ചും പരസ്യമായി പറയാറുള്ളതാണ്, ഉദ്ധരിക്കപ്പെടുന്ന വിഷയങ്ങളിലെ ചർച്ചയ്ക്ക്, സംവാദത്തിന് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ എല്ലാ കാര്യങ്ങളും വിശദമായി ചർച്ച ചെയ്തുകൊണ്ട് സുതാര്യമായി ലളിതമായി ബഹുജനങ്ങൾക്ക് കൂടി കേൾക്കത്തക്ക വിധത്തിൽ വ്യവസ്ഥകൾ തയ്യാറാക്കിക്കൊണ്ട് ആ വ്യവസ്ഥാപിതമായ നിലയിലുള്ള ചർച്ച നമുക്ക് നടത്താൻ ഏതെങ്കിലും വഹാബി സംഘടനകളോ വഹാബി നേതാക്കളോ ഒരുങ്ങിയാൽ അവരുടെ മുൻപിൽ IDF അതിന് തയ്യാറാണ് എന്ന് എല്ലാ നേർക്കുനേർ പരിപാടികളിലും പരസ്യമായി പറയാറുള്ളതാണ്. ഇതിൻ്റെ കാസറ്റുകളും DVD-കളും VCD-കളുമെല്ലാം പരക്ഷവ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഈ ഉപയോഗിക്കപ്പെടുന്നതൊക്കെ പരിശോധിച്ചാൽ അറിയാം വ്യക്തമായി ഇക്കാര്യത്തിൽ ഒരു സംവാദത്തിന് പരസ്യമായി ക്ഷണിക്കാറുണ്ട് IDF എന്ന്. ഇതുവരെ ഈ ആറാട്ടുപുഴയുമായി ബന്ധപ്പെട്ടും ചില ചെറുപ്പക്കാർ അതിനുവേണ്ടി പരിശ്രമിച്ചിരുന്നു. ആ പരിശ്രമത്തിൽ പുത്തൻവാദികൾ വഹാബികൾ സ്റ്റേജ് കെട്ടി സംസാരിക്കുന്നതിന് മാത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടരെ സ്വന്തമായി തെരഞ്ഞെടുത്തുകൊണ്ട് തങ്ങൾക്ക് തടയാനും സംസാരിക്കാനും പറ്റുന്ന കൂട്ടർ എന്ന് വിചാരിക്കുന്നവരെ മുന്നിൽ കൊണ്ടുവന്നുകൊണ്ട് സംവദിക്കാനും ഏതെങ്കിലും ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് വാദപ്രതിവാദം സംവാദം എന്ന പേരിൽ സംസാരിക്കാനും മാത്രമേ ഇവർ കൂട്ടാക്കാറുള്ളൂ. പരസ്യമായി ഈ ജമാഅത്തിനോടും ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഇവിടുത്തെ ജമാഅത്ത്, ഈ ജമാഅത്തിന്റെ നേതൃത്വത്തിൽ, ഈ ജമാഅത്തിന്റെ തന്നെ കാർമ്മികത്വത്തിൽ വഹാബികളുമായി സുന്നികൾ എന്ന നിലയിൽ ഈ വിഷയവുമായി സംവാദം നടത്താൻ പരസ്യമായി തന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും സുതാര്യമായ രീതിയിൽ രേഖകളോടുകൂടെ കൈമാറി പച്ചയായ നിലക്കുള്ള വ്യവസ്ഥകൾ തയ്യാറാക്കി ആ വ്യവസ്ഥയ്ക്ക് അടിസ്ഥാനത്തിൽ പരസ്യമായി ഒരു സംവാദം ഈ വിഷയത്തിൽ നടത്താൻ ഇതുപോലത്തെ ഹാളുകളിലായാലും മതി, അല്ലെങ്കിൽ പൊതുവേദികളിലായാലും മതി, അത് നടത്താൻ IDF തയ്യാറാണെന്ന വിവരം ഈ പ്രദേശങ്ങളിലെ മഹല്ലു ജമാഅത്തിനെ ഞങ്ങൾ പ്രത്യേകം ഉണർത്തുകയാണ്. നിങ്ങളിതിനു വേണ്ടി പരിശ്രമിച്ചാൽ വളരെ ഉപകാരമായിരുന്നു. ഈ രംഗത്തേക്കൊന്നും വരാതെ കേവലം നമ്മൾ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് കാര്യം അവതരിപ്പിക്കുമ്പോൾ എന്താണ് ഇവരുടെ വാദം എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് ആ കൃത്യമായ രീതിയിൽ നേരിടുവാനുള്ള ഒരു പ്രത്യേക വിഷയാവതരണം ഈ രംഗത്ത് നടത്തുവാൻ പ്രയാസമായി വരുന്നു എന്നതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ച പ്രത്യേകമായ സംഗതി. എവിടെയാണ് ഇവർ പറയുന്നത് എന്നറിയില്ല. അപ്പൊ തവസ്സുല് ഇസ്തിഗാസ എന്ന വിഷയത്തെ പൊതുവായി ബാധിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് അവതരിപ്പിക്കേണ്ടി വരുന്നു. ഇത് അവതരിപ്പിച്ച് കഴിയുമ്പോൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ പറയേ ഇതൊന്നും ഞങ്ങൾ എതിർക്കുന്നതല്ല, ഞങ്ങൾ കുറേ തവസ്സുൽ അംഗീകരിക്കുന്നുണ്ട്, ഞങ്ങളും തവസ്സുൽ ചെയ്യുന്നവരാണ്, ഞങ്ങളും അള്ളാഹുവിൻ്റെ മുമ്പിൽ പലതും പറയുന്നവരാണ്. ഒന്ന് നോക്കി നിങ്ങൾ, അല്ലാഹുമ്മ 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 എന്ന് പറയാതെ ദുന്യാവിലെ ഏതെങ്കിലും മുസ്ലിമീങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? യാ അർഹമർ റാഹിമീൻ, റഹ്മാനും റഹീമുമായ റബ്ബേ എന്ന് പറയാതെ വഹാബികളും സുന്നികളും പ്രാർത്ഥിക്കാറുണ്ടോ? ബി റഹ്മത്തിക യാ അർഹമർ റാഹിമീൻ എന്ന് പറയാതെ വഹാബികളുടെയും സുന്നികളുടെയും പ്രാർത്ഥന അവസാനിക്കാറുണ്ടോ?
മിക്കവാറും നടത്തി വരുന്ന പ്രാർത്ഥനകളിലൊക്കെയും അല്ലാഹുമ്മ യാ അർഹമർ റഹീമീൻ റബ്ബൽ ആലമീൻ എന്നിങ്ങനെ വിളിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു തവസ്സുലാണ്. എന്താ തവസ്സുൽ? അള്ളാഹു എന്ന അള്ളാഹുവിന്റെ ഇസ്മ പറഞ്ഞുകൊണ്ട് തവസ്സുൽ ചെയ്യുകയാണ്. അസ്മാഇന്റെ തവസ്സുൽ ദുഹാബികൾക്കറിയാം. നാടന്മാരെ ഇവർ പറഞ്ഞു മനസ്സിലാക്കി തരൂല. യാ അർഹമർ റഹീമീൻ എന്ന് പറയുന്നത് റഹ്മാനായ റബ്ബേ റഹീമായ റബ്ബേ എന്ന് അള്ളാഹുവിന്റെ സിഫത്ത് പറയുകയാണ്. ഈ സിഫത്തുകളും ഇസ്മുകളും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന തവസ്സുലിന്റെ രീതി എല്ലാവരും സുസമ്മതമായി നടത്തി വരുന്നതാണ്. ഈ തവസ്സുൽ നടത്താത്തവരാരുമില്ല. സൽക്രമം കൊണ്ടുകൊണ്ടുള്ള തവസ്സുലും അംഗീകരിക്കുന്നു എന്നിവർ പറയാറുണ്ട് അളമുട്ടുമ്പോൾ. ആ രീതിയിൽ പറയുന്ന സംസാരത്തിൽ അതും പറയാറുണ്ട്. എന്നാൽ വിമർശിക്കുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും ഏതെന്നു പറയാതെ നേരിട്ടു മതി എന്ന് പറയുന്നതാണ് ഈ വിഷയം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വ്യക്തമായും ഏത് പോയിന്റിലുള്ള തവസ്സുലിനെയാണ് ഇസ്തിഗാസയാണ് എന്ന് ഒറ്റ പോയിന്റിൽ നിർത്തിക്കൊണ്ട് സംസാരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞെങ്കിൽ അത് വളരെ ലളിതമായ എളുപ്പമായ മാർഗമാകുമായിരുന്നു. അതിനു കഴിയാത്തത് കൊണ്ട് ഒരൽപ്പം വിശദമായി തന്നെ ഈ വിഷയം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ മനുഷ്യാരംഭം മുതൽക്കു തന്നെ നടന്നു വരുന്ന ഒരു പ്രത്യേകമായ രീതിയാണ് അള്ളാഹുവിന്റെ മുമ്പിൽ കാര്യങ്ങളും പ്രാർത്ഥനകളും നടത്തുമ്പോൾ അള്ളാഹുവിന്റെ മുൻപിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ പാകമാകുന്ന തരത്തിലുള്ള വ്യക്തികളെയോ കർമ്മങ്ങളെയോ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് കാര്യങ്ങൾ ചോദിക്കുക എന്നത്. ഇതാണ് സാധാരണ തവസ്സുൽ എന്ന് പറയാറുള്ളത്. അത് നമ്മളും ചെയ്യും. ഒരു ഓഫീസിൽ ചെന്ന്, അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് ചെന്ന്, അല്ലെങ്കിൽ ഭരണാധികാരികളോട് ചെന്ന് കാര്യങ്ങൾ പറയുമ്പോൾ ആ കാര്യം നിവൃത്തിയായി കിട്ടാൻ വേണ്ട തരത്തിലുള്ള ബന്ധം നമ്മൾ അപേക്ഷിക്കപ്പെടുന്ന ആളിന് മുൻപിൽ വെക്കും. ഞാനും നിങ്ങളും തമ്മിൽ ബന്ധമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പിതാവും നമ്മളുടെ പിതാവും തമ്മിൽ ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഞാനും നിങ്ങളുടെ മേലുദ്യോഗസ്ഥനും തമ്മിൽ ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഞാനും നിങ്ങളുടെ മന്ത്രിയും തമ്മിൽ ബന്ധമുണ്ട്. ഈ ബന്ധം പറഞ്ഞിട്ട് കാര്യം പറഞ്ഞാൽ ആ ബന്ധത്തെ പ്രതി കാര്യം പെട്ടെന്ന് കിട്ടാൻ എളുപ്പമാകും എന്നത് സാധാരണമാണ്. ഇതൊക്കെ ഒരു റെക്കമെൻഡ് എന്നൊക്കെ നമ്മൾ പറയല്ലേ. ഈ റെക്കമെൻഡിലെ വിവിധ രൂപങ്ങളിൽപ്പെട്ട ഒന്നാണ് ആരോടാണോ നമ്മൾ കാര്യം അപേക്ഷിക്കുന്നതെങ്കിൽ അയാളുടെ അടുക്കൽ വീര്യവും സ്ഥാനവും കിട്ടുന്ന എന്തെങ്കിലും കാര്യങ്ങളോ വ്യക്തികളോ വിഷയങ്ങളോ മുന്നിൽ വെച്ചുകൊണ്ട് പെട്ടെന്ന് അപേക്ഷിക്കുക. ഇത് സാധാരണമാണ്. ഇത് വ്യക്തികളോടാകാം, മനുഷ്യരോടാകാം. മനുഷ്യരെ പോലെയല്ല സൃഷ്ടാവ്. അള്ളാഹുവിനോട് ഇതിലൊന്നും അർത്ഥമില്ല. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. കണ്ഠനാളത്തെക്കാൾ നിങ്ങളോടടുത്തവനാണ് ഞാൻ എന്ന് അള്ളാഹു തആല പറയുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ഒരാളുടെ റെക്കമെൻഡിന്റെയും ആവശ്യമില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു മാധ്യമത്തിന്റെ ആവശ്യമില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ അപേക്ഷിക്കുമ്പോൾ കാര്യം സാധിക്കാൻ അവനെ പൊന്നാരം വിളിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ യാ അർഹമർ റഹീമീൻ, യാ റബ്ബൽ ആലമീൻ എന്നിങ്ങനെ അള്ളാഹുവിന്റെ സിഫത്തുകൾ വിളിച്ചുകൊണ്ട് തവസ്സുൽ ചെയ്യുന്നതിനെ കുറിച്ച് എന്തു പറയും? കരുണാവാരിധിയായ അല്ലാഹ്, പരമകാരുണികനായ അല്ലാഹ്, റബ്ബുൽ ആലമീനായ അല്ലാഹ് എന്നിങ്ങനെ അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് കാര്യം ചോദിക്കുന്നതിനാണ് ഫാത്തിഹ സൂറത്തിൽ പോലും നമ്മെ പഠിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാ പുകഴ്ചകളും പ്രകീർത്തനങ്ങളും ആരാരെ പുകഴ്ത്തിയാലും ആരാരെ വർണ്ണിച്ചാലും ആരാരെ പ്രകീർത്തിച്ചാലും ഇതൊക്കെയും നീയാണ് അതിന്റെ അവകാശി, നീയാണ് അതിന്റെ ഉടമക്കാരൻ. കാരണം റബ്ബിൽ ആലമീൻ, അള്ളാഹുവല്ലാത്ത ഈ പ്രപഞ്ചങ്ങളെ മുഴുവൻ യഥാർത്ഥത്തിൽ ഉടമസ്ഥനായി യജമാനനായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നിയന്ത്രിക്കുന്നത് നീയാണ്. അർ-റഹ്മാനിർ റഹീം, നിന്റെ സൃഷ്ടികളോട് മുഴുവൻ അങ്ങേയറ്റത്തെ ദയയുള്ളവനും കരുണയുള്ളവനും റഹ്മത്തുള്ളവനുമാണ് നീ. പരലോകത്തും ഈ സൃഷ്ടികളോട് അങ്ങേയറ്റം റഹ്മത്തുള്ളവനാണ് നീ. മാലികി യൗമിദ്ദീൻ, അല്ലാഹു തആല ഇവിടെ നടത്തിയ എല്ലാ കർമ്മങ്ങൾക്കും ജസ നൽകുന്ന ആ നാളിൽ. ഫാത്തിഹ സൂറത്തിലെ ഈ കാര്യങ്ങൾ നാം പറയുമ്പോൾ പെട്ടെന്ന് പുത്തൻവാദികൾ പറയും ഇതൊന്നും ഞമ്മക്ക് എതിർപ്പുള്ളതല്ല, അള്ളാഹുവിന്റെ സ്തുതികീർത്തനങ്ങളൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ ചോദിക്കുക എന്ന രീതിയോട് ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതൊരു തവസ്സുലാണ്. അല്ലാഹു തആല സൃഷ്ടികളെ പോലെയല്ല. പടച്ചവനോട് സൃഷ്ടികളോട് ചോദിക്കുന്നത് പോലെയുള്ള റെക്കമെൻഡുകളുടെ ഒന്നും ആവശ്യമില്ല.
എന്തെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ അവതരിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന വാദം ഇവിടെയും പൊളിയുന്നുണ്ട് ഫാത്തിഹ സൂറത്തിലും. കാരണം പടച്ചനെ പുകഴ്ത്തി, പടച്ചവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ്, റഹ്മാനാണ് റഹീമാണ് മാലിക് യൗമിദ്ദീനാണ്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അങ്ങനെയുള്ള നിനക്ക് ഇബാദത്ത് ചെയ്യുന്ന, നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്ന, നിന്റെ സഹായം മാത്രം പറ്റിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഞങ്ങൾ എന്ന് മുന്നോട്ട് വെച്ചിട്ടാണ് നമ്മൾ കാര്യം പറയുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അതുകൊണ്ട് റബ്ബേ നീ ഞങ്ങളെ നല്ല മാർഗത്തിലൂടെ ചരിപ്പിക്കണേ, നല്ല മാർഗത്തിലൂടെ ചരിപ്പിക്കണേ എന്ന് എന്നോട് ചോദിക്കാൻ ഇവർ ഇത്രയൊക്കെ എന്നോട് പുന്നാരം പറഞ്ഞ് പുകഴ്ത്തിച്ചിട്ട് വേണോ? പോടാ, നിനക്കെന്റെ മനോഗതിയൊക്കെ അറിയാം എന്ന് പറഞ്ഞ് റബ്ബ് നമ്മുടെ ഈ പ്രാർത്ഥന തട്ടുമോ? ഇവിടെ എങ്ങനെയാണ് അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും? നമ്മളൊരാളെ പുകഴ്ത്തിയാൽ എങ്ങനെ ഇരിക്കും? നമ്മളീ തന്നെ അത്യാവശ്യം പകുതിയുള്ളവനോ കുറച്ചൊക്കെ ബോധമുള്ളവനാണെങ്കിൽ നല്ലോണം പുകഴ്ത്തിയിട്ട് അപേക്ഷ മുന്നിൽ വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ തലക്കേറ്റൊന്നും വേണ്ട, എന്നെ അത്ര പുകഴ്ത്തൊന്നും വേണ്ട, അങ്ങനെ നിങ്ങളുടെ പുകഴ്ത്തലുകളൊക്കെ പെട്ടിട്ട് കാര്യം നടത്തി തരുന്ന ആളൊന്നുമല്ല ഞാൻ എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം പകുതിയുള്ളവനൊക്കെ തട്ടുവത്. എന്നാൽ അള്ളാഹുവും അങ്ങനെ പറയണ്ടേ? എന്നെ പുകഴ്ത്തിയിട്ടൊന്നും എന്നോട് ആവശ്യപ്പെടേ, എനിക്ക് നിങ്ങളെ എല്ലാം അറിയാം, നിങ്ങൾ പുകഴ്ത്തിയാലും ഇല്ലെങ്കിലും ഞാൻ യജമാനനാണ്, റബ്ബാണ്, നിങ്ങളുടെ ആവശ്യം എന്താ വെച്ചാൽ അത് പറഞ്ഞാൽ പോരെ എന്നാണോ അള്ളാഹു ഫാത്തിഹ സൂറത്തിൽ പറയുന്നത്? നമ്മളെ പഠിപ്പിക്കുകയാണ് അള്ളാഹ്. ആരാണ് അള്ളാഹു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന രീതി അള്ളാഹു തആലാന്റെ മുമ്പിൽ വെച്ചിട്ട് അങ്ങനെയുള്ള റബ്ബായി നിന്നെ കാണുന്ന ഞങ്ങളെ ആ വിശ്വാസം കൊണ്ട് തന്നെ റബ്ബേ നീ കൈവിടല്ല, ഞങ്ങൾ ചോദിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണേ എന്ന തവസ്സുലിനെയും ഇവർ തവസ്സുലിനെ മൊത്തമായി എതിർക്കുന്ന കൂട്ടത്തിൽ എതിർക്കേണ്ടി വരുന്നു, വിമർശിക്കേണ്ടി വരുന്നു. ഇതാ ഞാൻ പറയുന്നത്, വിഷയം എവിടെയാണ്, എന്താണ് തങ്ങൾ പറയുന്നത് എന്നറിയാത്തത് കൊണ്ട് ഫാത്തിഹ സൂറത്ത് പോലും ശിർക്കാണെന്നും അനാചാരമാണെന്നും തവസ്സുൽ ശരിയല്ലാത്തതാണെന്നും പറയേണ്ടി വരുന്ന ഗതികേടുണ്ട്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ചോദിക്കാനും പ്രാർത്ഥിക്കാനും പഠിപ്പിക്കുന്നതായ അധ്യായം എന്ന് പേരുള്ള ഫാത്തിഹ സൂറത്തിൽ പോലും ഈ പ്രാർത്ഥന പഠിപ്പിച്ചു വരുമ്പോ ഇത് മനുഷ്യന്റെ ആദി മുതൽ നിലനിൽക്കുന്ന കാലത്തോളമുള്ള ഒരു സമ്പ്രദായമാകുന്നു എന്ന് മനുഷ്യൻ ധരിക്കണം, ചിന്തിക്കണം. അല്ലാഹു തആലാന്റെ മുൻപിലും ഇത് തന്നെയാണ് രാജാതിരാജന്റെ മുമ്പിലുമുള്ള അവസ്ഥ. പരലോകത്ത് അല്ലാഹു തആലാന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ആരെങ്കിലും ആളെ കിട്ടുമോ മുന്നിൽ വെക്കാൻ എന്ന് കരുതിയിട്ട് നബിമാരുടെ പുറകിൽ ഓടുകയും അവരോട് കാര്യങ്ങൾ പറയാനും അവർ പിടിച്ചു ശുപാർശ നേടാനും വേണ്ടി പരിശ്രമിക്കുന്ന മനുഷ്യൻ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ വെക്കാൻ അവിടെ മാധ്യമങ്ങളെയും വ്യക്തികളെയും തേടി നടക്കുമെങ്കിൽ ദുനിയാവിലും ഇതേ കാര്യം അവർ അവതരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് മനുഷ്യന്റെ സ്വഭാവമാണ്. ഈ സ്വഭാവം എന്ന നിലയ്ക്ക് മനുഷ്യന്റെ ആരംഭം മുതൽ തന്നെ നടന്നു വരുന്നതാണ് തവസ്സുൽ. ആദം നബി അലൈഹിസ്സലാം മുതൽ പിടിച്ചുള്ള തവസ്സുൽ നമ്മുടെ ഹദീസിന്റെ കിതാബുകളിൽ വ്യക്തമായുണ്ട്. ഇന്നും ഇന്നലെയുമല്ല. ഇമാം ഹാക്കിം നിവേദനം ചെയ്യുന്ന ഹദീസ്, ഇമാം ബൈഹഖ് നിവേദനം ചെയ്യുന്ന ഹദീസ് എന്ന് പറഞ്ഞാൽ ഹിജ്റ 400കളിലും 300കളിലുമൊക്കെ ഈ ഹദീസ് എല്ലാ മുഹദ്ദിസീങ്ങളും എതിർക്കാതെ സ്വീകരിക്കുകയാണ്. ഒരു വിശ്വാസിയും ഇതിനെതിർക്കുന്നില്ല. ഇമാം ഹാക്കിം ജീവിച്ചു വഫാത്താകുന്നത് ഹിജ്റ 405 അപ്പൊ 300കളിലാണ് മഹാനരുടെ ജീവിതം. മഹാനായ ഇമാം ബൈഹഖ് വഫാത്താകുന്നത് ഹിജ്റ 458 അപ്പൊ ഹിജ്റ 400കളിലും 300കളിലുമാണ് മഹാനരുടെ ജീവിതം. ആ മഹാന്മാർ റിപ്പോർട്ട് ചെയ്ത അവരുടെ ഗ്രന്ഥങ്ങളിലെ വ്യക്തമായ ഹദീസിൽ ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്നും അരുതാത്തതും വിലക്കപ്പെട്ടതുമായ കനി തിന്നതിന്റെ പേരിലുള്ള തൗബയ്ക്ക് വേണ്ടി, മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹക്ക് കൊണ്ട് പടച്ചവനെ നീ എന്റെ പാപം പൊറുക്കേണമേ എന്നാണ് പ്രാർത്ഥിച്ച വാചകമെന്നും, അള്ളാഹു ആരാണ് മുഹമ്മദ്, എങ്ങനെ നീ അറിഞ്ഞു എന്ന് ചോദിച്ചപ്പോ നിന്റെ അർശിന്റെ തൂണിന്മേൽ പോലും ഞാൻ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് കണ്ടു, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമ, ഇഷ്ടപ്പെട്ട സൃഷ്ടി മുഹമ്മദാണെന്ന് ഞാൻ മനസ്സിലാക്കി, അതുകൊണ്ട് ഞാൻ ആ സൃഷ്ടിയെ മുന്നിൽ വെച്ച് ചോദിക്കുകയാണ്, യാചിക്കുകയാണ് എന്ന് ആദം നബി മറുപടി പറഞ്ഞു തന്നും, അതുകൊണ്ട് ഞാൻ നിനക്ക് പുറത്തു തരുന്നു എന്ന് അല്ലാഹു തആല പ്രതികരിച്ചുവെന്നും വ്യക്തമായി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസ്താവിച്ചിട്ടുണ്ട്. ആരാ? നബി പ്രസ്താവിച്ചതാണിത്. ഹിജ്റ 400-ൽ, ഹിജ്റ 300-ലും 400-ലും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ട് 8-ാം നൂറ്റാണ്ട് വരുന്നത് വരെ ഒരു മുഹദ്ദിസോ ഒരു മുഅല്ലിമോ ഒരു ഇമാമോ ഒരു പണ്ഡിതനോ ഇത് ശിർക്കാണെന്നോ അനാചാരമാണെന്നോ പറഞ്ഞില്ല.
ഇപ്പൊ ഇത് ഉദ്ധരിച്ചാൽ വഹാബികൾ എന്തു പറയും? ഈ ഹദീസ് ദഈഫാണ്, ലക്ഷ്യത്തിന് പറ്റൂല എന്ന് പറയും. ഈ ഹദീസ് ദഈഫാ, ലക്ഷ്യത്തിന് പറ്റൂല. ഹദീസ് ദഈഫാകുന്നതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട വിഷയം, സാധാരണക്കാരായ ആളുകൾ, ചെറുപ്പക്കാർ വിശേഷിച്ചു ആലോചിക്കാൻ, നമ്മളെ വെറുതെ കുഴപ്പത്തിൽപ്പെടുത്തിയിട്ട് എങ്ങനെയെങ്കിലും പറഞ്ഞു പറ്റിക്കുന്ന തന്ത്രങ്ങളും നമ്പറുകളും ഇവരുടെ അടുത്ത് ധാരാളമുണ്ട്. അവർ ഉപയോഗിക്കാറുണ്ട്. ഹദീസുകൾ ഉന്നയിച്ചുകൊണ്ട് വിഷയം സമർത്ഥിക്കുമ്പോൾ ആ ഹദീസ് ദഈഫാണ് എന്ന് ഒറ്റക്കങ്ങ് പറയും. ഹദീസ് ദഈഫാണ് എന്ന് പറയിട്ടിരിക്കട്ടെ, ഈ ഹദീസ് ഇമാം ഹാക്കിമും ബൈഹഖിയും നിവേദനം ചെയ്തിട്ട് ഏതെങ്കിലും മുഹദ്ദിസോ ഇമാമോ ഈ വിഷയം ശിർക്കാണ്, ഇത് അരുതാത്ത ചോദ്യമാണ്, രീതിയാണ് എന്ന് പറഞ്ഞോ? ഇതാണ് നമ്മൾ ചോദിക്കുന്ന വിഷയം. ഈ ഹദീസ് കൊണ്ട് സമർത്ഥിക്കേണ്ടത് ഹദീസ് ദഈഫാണോ അല്ലേ എന്ന് തിരിയുന്നവരോടാണ്, സദസ്സിൽ പറഞ്ഞിട്ട് കാര്യമല്ല. സാധാരണക്കാരൻ നിൽക്കുമ്പോൾ ഈ ഹദീസിൽ ഇന്ന പരമ്പരയിൽ ആളുണ്ട്, അതുകൊണ്ട് മോശ, ഈ ഹദീസ് മോശമല്ല, അയാൾ ഉഷാറ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ മൗലവിമാർ പറഞ്ഞിട്ട് എന്താ കാര്യം? മൗലവിമാർ പറയുന്നത് കേട്ടുകൊണ്ട് സാധാരണക്കാരങ്ങനെ പോകും. ഒരു മുസ്ലിയാരെ പ്രസംഗം മറിച്ചു, ഒരു മുസ്ലിയാരെ പ്രസംഗം തിരിച്ചു, അങ്ങനെ വരും. ഇതുകൊണ്ട് കാര്യമല്ല. ആ വിഷയം നമ്മൾ നേരിട്ടുള്ള സംവാദത്തിന് മാറ്റിവെക്കാം. ആരാ ഹദീസ് പണ്ഡിതന്മാരെങ്കിൽ ആ ഹദീസ് പണ്ഡിതന്മാർ വന്ന് വിശദീകരിക്കട്ടെ ഈ ഹദീസ് ദഈഫാണോ അല്ലേ എന്ന്. ഇനി ചോദ്യത്തിന്റെ അവസരത്തിൽ വേണമെങ്കിൽ ചോദിക്കാം, അത് വേറെ വിഷയം. ഇവിടെ നമ്മൾ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ഹിജറ 405 മരണപ്പെട്ട ഹാക്കിം എന്നവർ തന്റെ മുസ്തദറക്ക് എന്ന കിതാബിൽ ആദം നബിയുടെ തവസ്സുലിനെ ഉദ്ധരിച്ചിട്ട് ആദം നബി തവസ്സുൽ ചെയ്തിട്ടാണ് പാപമോചനം കിട്ടിയത് എന്ന് പറയുമ്പോൾ ഇമാം സുയൂത്തി വരെയുള്ള പണ്ഡിതന്മാർ ഇത് പരമ്പരാഗതമായി ഉദ്ധരിച്ചു കൊണ്ടുവരുമ്പോൾ ഇത് ശിർക്കാണെന്നോ ബിദ്അത്താണെന്നോ, അവർക്ക് തൗഹീദ് തിരിഞ്ഞില്ലെന്നോ സുന്നത്ത് തിരിഞ്ഞില്ലെന്നോ അപകടകരമായ പ്രാർത്ഥന തിരിഞ്ഞില്ലെന്നോ ഇവിടെ ആരും പറയുന്നില്ലല്ലോ, ആരും പറഞ്ഞില്ലല്ലോ. 8-ാം നൂറ്റാണ്ടിൽ ഇബ്നു തൈമിയ വരുമ്പോഴാണ് ഈ ഹദീസ് മോശാണ്, ആ ഹദീസ് അതാണ് എന്ന് പറയാൻ തുടങ്ങിയത്. 8-ാം നൂറ്റാണ്ടിലാണോ? 4-ാം നൂറ്റാണ്ടിൽ കഴിഞ്ഞു പോയ 4 നൂറ്റാണ്ടിലെ ജനങ്ങളിലും ഇത് ആചരിച്ചില്ലേ? അക്കാലത്ത് ആരെങ്കിലും എതിർത്തോ? അപ്പൊ ഞാൻ പറയുന്നത് ആദം നബി മുതൽ പോരുന്ന ഈ തവസ്സുൽ സമൂഹത്തിലൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഖുർആനും പറയുന്നു, നോക്കൂ പൂർവ്വ സമുദായത്തെ പറ്റി, വകാനൂ മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലല്ലദീന കഫറൂ. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയുന്ന ഭാഗമാണ്. മദീനയിലെ ജൂതന്മാരും നജ്റാനിലെ ക്രിസ്ത്യാനികളും അടക്കമുള്ള ലോകത്തെ ജൂത ക്രൈസ്തവ വിഭാഗം അല്ലാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നബി തങ്ങൾ വന്നപ്പോൾ വിശ്വസിച്ചില്ല, നിരാകരിച്ചു എന്ന കാര്യം ഉണർത്തുമ്പോൾ അല്ലാഹു വിവരിക്കുകയാണ്, പണ്ട് ഇവർ തന്നെ മുഹമ്മദ് മുസ്തഫ തങ്ങൾ ജനിക്കുന്നതിന്റെ മുൻപ് ഇവർ തന്നെ നബിയെ കൊണ്ട് തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിച്ചിരുന്നു തങ്ങളുടെ എതിരാളികൾക്കെതിരെ. അല്ലാഹു പറയുന്നു അൽ ബഖറ 89-ാമത്തെ ആയത്ത്, വകാനൂ ജൂത ക്രൈസ്തവ വിഭാഗമായിരുന്നു യസ്തഫ്തിഹൂന അലല്ലദീന കഫറൂ, അവിശ്വാസികളായ മക്കത്തെ മുശ്രിക്കുകൾക്കെതിരെ, മദീനത്തെ മുശ്രിക്കുകൾക്കെതിരെ അവർ സഹായം തേടിയിരുന്നു. നബിയെ കൊണ്ട് സഹായം തേടിയിരുന്നു. നബിയെ കൊണ്ട് അള്ളാഹുവിനെ മുൻനിർത്തിയിട്ട് അള്ളാഹുവിന്റെ മുൻപിൽ വെച്ചിട്ട് സഹായം തേടിയിരുന്നു. എന്താ തേടിയിരുന്നത്? ഇതിന്റെ തഫ്സീർ നമ്മളെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. കാനൂ യഖൂലൂൻ അല്ലാഹുമ്മ ഫ്തഹ് ലനാ വൻസുർനാ ബിന്നബിയിൽ ഉമ്മി, നിരക്ഷരനായ ആ നബിയെ കൊണ്ട് പടച്ചോനെ നീ ഞങ്ങളെ സഹായിക്കണേ, ഞങ്ങൾ വേദക്കാരാണ് എന്ന് അവർ പ്രാർത്ഥിച്ചിരുന്നത്. റാസി 380. അല്ലാഹുമ്മ ഇന്നാ നസ്തൻസുറുക ബിഹഖ്ഖിൻ നബിയിൽ ഉമ്മി ഇല്ലാ നസർതനാ അലൈഹിം, ജനിക്കാനിരിക്കുന്ന വരാനിരിക്കുന്ന നിരക്ഷരനായ നബിയുടെ ഹക്ക് കൊണ്ട് നാഥ നിന്നോട് ഞങ്ങൾ സഹായം യാചിക്കുന്നു, ഈ അവിശ്വാസികൾക്കെതിരെ, നിഷേധികൾക്കെതിരെ നീ ഞങ്ങളെ സഹായിക്കണമേ എന്നാണ് അവർ പ്രാർത്ഥിച്ചിരുന്ന വാചകം എന്ന് അബുസ്ഊദ് എന്ന പ്രസിദ്ധ തഫ്സീർ 154, ഇമാം സുയൂത്തിയുടെ അദ്ദുറുൽ മൻസൂർ 1216 പേജുകളിലൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ജൂത ക്രൈസ്തവ വിഭാഗത്തിന്റെ കയ്യിൽ ഇങ്ങനെയുള്ള പ്രാർത്ഥനയുണ്ടായിരുന്നു. അവരാ പ്രാർത്ഥന നടത്തിയിരുന്നു എന്ന് പറയുമ്പോൾ ആ ഖുർആൻ പറയണ്ടേ ആ പ്രാർത്ഥന പാടില്ല, പറയണ്ടേ ആ പ്രാർത്ഥന പാടില്ല, ശരിയല്ല, എന്നിട്ടും അവരങ്ങനെ നടത്തിയിരുന്നു, പരാമർശമില്ല. ഇനി ജൂത ക്രൈസ്തവ വിഭാഗത്തിന്റെ പാരമ്പര്യം ശ്രദ്ധിക്കും. അള്ളാഹുവിന്റെ റസൂല് വരുന്നതിന് മുൻപ് ക്രൈസ്തവർക്ക് 500 കൊല്ലത്തെ പാരമ്പര്യമുണ്ട്, 600 കൊല്ലത്തെ പാരമ്പര്യം. അള്ളാഹിന്റെ റസൂല് ക്രിസ്താബ്ദം 571 ജനിക്കുന്നത്.
അപ്പൊ അത്രയും കൊല്ലത്തെ പാരമ്പര്യമുള്ള 600 വർഷത്തെ പാരമ്പര്യമുള്ള ക്രിസ്ത്യാനികൾ മധ്യസ്ഥ പ്രാർത്ഥന എന്ന പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്നില്ലേ സമൂഹത്തിൽ? തീർച്ചയായും ഉണ്ട്. ഇന്നും മധ്യസ്ഥ പ്രാർത്ഥന അവർക്കിടയിൽ നടക്കുന്നില്ലേ? നിങ്ങളൊരു പത്രം എടുത്ത് നോക്കാണി, വിശേഷിച്ച് മനോരമന്റെ ക്ലാസിഫൈഡ് പരസ്യത്തിന്റെ കോപ്പി നോക്കിയാൽ മധ്യസ്ഥനായ യൂദാശ്ലീ പോയേ എന്ന് പറഞ്ഞിട്ടങ്ങ് തുടങ്ങിയ ഏതെല്ലാം മധ്യസ്ഥന്മാരെ അവർ മുന്നിൽ വെക്കുക. യേശുക്രിസ്തു മാത്രമല്ല, ഒരുപാട് ശ്ലീഹാമാർ അവർക്കുണ്ട്. ഈ ശ്ലീഹാമാരെ ഒക്കെ മുന്നിൽ വെച്ചിട്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന പാരമ്പര്യം നമ്മുടെ സമൂഹത്തിൽ ആരംഭിച്ചതല്ല ക്രിസ്ത്യാനികൾ. റസൂലുള്ളാഹി വരുന്നതിന്റെ 600 കൊല്ലത്തെ പഴക്കം അവരുടെ ഈ മധ്യസ്ഥ പ്രാർത്ഥനക്കുണ്ട്. ത്രിയേകത്വവാദത്തിനുണ്ട്. യേശു ദൈവത്തിന്റെ പുത്രനാണെന്ന വാദത്തിനുണ്ട്. നിങ്ങൾ ആലോചിക്കണം, ഇത്തരം വാദങ്ങളും ജൽപ്പനങ്ങളും നടത്തിപ്പോകുന്ന ഒരു വിഭാഗത്തെ 600 കൊല്ലത്തെ ചരിത്രം വെച്ചുകൊണ്ട് ഖുർആൻ എതിർക്കുമ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയെ പറഞ്ഞുകൊണ്ട് ഖുർആൻ എവിടെയെങ്കിലും ഒരായത്തിൽ ഈ വിഭാഗം ചെയ്തത് അരുതാത്തതാണ്, തെറ്റാണ് എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്ന ഒരു വാക്യം, ഒരു ചെറിയ കെലിമത്ത് വിശുദ്ധ ഖുർആനിലുണ്ടോ? കാണില്ല. നേരെ മറിച്ച് ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നമൽ മസീഹു ഇബ്നുല്ലാഹ്, മസീഹ് ഈസ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞ അവിശ്വാസികളായ ക്രിസ്ത്യാനികൾ കാഫിറാണ്. ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നല്ലാഹ സാലിസു സലാസ, ത്രിയേകത്വത്തിന്റെ ഒരു ഭാഗം മാത്രമാകുന്നു യേശു ക്രിസ്തു, ദൈവം, അള്ളാഹു എന്ന് പറയുന്നവരും കാഫിറായി. ഖുർആൻ ഇതൊക്കെ പറയുന്നുണ്ട്, ഒന്നും രണ്ടും അല്ല. അവരുടെ എല്ലാ തെറ്റായ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഖുർആൻ വിമർശിക്കുന്ന കൂട്ടത്തിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത് അവരിൽ നിന്നും വന്ന ശിർക്കാണെന്നോ തൗഹീദിന് വിരുദ്ധമാണെന്നോ ഈ പ്രാർത്ഥന ശരിയല്ലെന്നോ പറയുന്ന ഒരൊറ്റ വാചകം ഖുർആനിലുണ്ടോ? ഇത് പറയുമ്പോൾ പറയും ഖുർആനിൽ ആകെ കൂടി അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതിനെയാണ് എതിർക്കുന്നത് എന്ന്. അതിരിക്കട്ടെ, നമുക്ക് പറയാം, അതൊരു ചെറിയ അബദ്ധം ഈ കൂട്ടർക്ക് സംഭവിച്ചു പോയതിനെ തുടർന്നുണ്ടായ വാദമാണ്. ഒരു ചെറിയ അബദ്ധം മതിയല്ലോ തലക്ക വരാൻ. ആ അബദ്ധത്തെ തുടർന്നാൽ ബഹു അബദ്ധങ്ങൾ അങ്ങനെ അനുസ്യൂതം വന്നുകൊണ്ടിരിക്കും. അങ്ങനെ വന്ന അബദ്ധമാണിത്. ഞാൻ ചോദിക്കുന്ന പോയിന്റ് ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ റസൂലിന്റെ 600 കൊല്ലം മുൻപേ നടത്തി വരുന്ന ക്രിസ്ത്യാനികളും ജൂതന്മാരും നടത്തുന്ന പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന, ഈ മധ്യസ്ഥ പ്രാർത്ഥനയെ ഖുർആൻ ഉദ്ധരിക്കുന്നു. വകാനൂ യസ്തഫ്തിഹൂന മിൻ ഖബ്ലു അലല്ലദീന കഫറൂ, ജനിക്കാനിരിക്കുന്ന നബിയുടെ ഹക്ക് കൊണ്ട് പടച്ചവനെ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് സഹായപ്രാർത്ഥന നടത്തിയിരുന്നു ക്രിസ്ത്യാനികൾ. ആ നടത്തിയിരുന്നുവെന്ന് പറയുന്നതടക്കം വിശുദ്ധ ഖുർആനിലെ എവിടെയെങ്കിലും മധ്യസ്ഥ പ്രാർത്ഥന ശിർക്കെന്നോ ശരിയല്ലെന്നോ അരുതാത്തതെന്നോ പറഞ്ഞ ഒരു വിമർശം വിശുദ്ധ ഖുർആനിന്റെ ഒരു കഷ്ണത്തിലുമില്ല. എന്താണ് ഇതിനർത്ഥം? അത് അരുതായ്മയല്ല, തെറ്റല്ല, കുറ്റമല്ല, വേണ്ടാത്തതല്ല, സമൂഹത്തിൽ നിലനിന്നു വരുന്ന സദാചാരമാണ്. സമൂഹത്തിൽ നിലനിന്നു വരുന്ന സദാചാരം ക്രിസ്ത്യാനികൾ ചെയ്താലും മുസ്ലിമീങ്ങൾ ചെയ്താലും ഒന്നാണ്. ക്രിസ്ത്യാനികളെ എല്ലാ സദാചാരത്തിന്റെയും പേരിൽ അത് ക്രിസ്ത്യാനികൾ ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ട് പിടികൂടാൻ പറ്റൂല. പലതും പോലുണ്ട് അങ്ങനെ ഒരു കളി. ഇത് ക്രിസ്ത്യാനികളുടെ ആചാര, ഇത് ക്രിസ്ത്യാനികളുടെ വഴക്ക. എന്നാൽ പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ പള്ളിയിൽ പോക്കുക അവരുടെ ആചാരമല്ലേ? അവർ ഞായറാഴ്ച പോകുക, നമ്മൾ വെള്ളിയാഴ്ച പോകുക എന്നല്ലുള്ളൂ. ഭക്ഷണം കഴിക്കുന്നതും അവരെ നമ്മളെ ആചാരമല്ലേ? അങ്ങനെ ഓരോരോ തരം ആചാരങ്ങൾ എന്തെല്ലാം അവരും നമ്മൾ ഒന്നിച്ച് നടത്തുന്നുണ്ട്, ഭൗതികമായും ദീനിയായും. അതൊക്കെ വിമർശിക്കാൻ പാടില്ല. വിമർശന വിധേയമായത് പ്രമാണങ്ങൾ പിടികൂടിയിട്ടുണ്ട്, ശരിക്കും വിശദീകരിച്ചിട്ടുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥന അതിൽപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആദം നബി മുതൽക്കേ സമൂഹത്തിൽ നിലനിന്നു വരുന്നതും ഈ ഉമ്മത്തിൽ മുസ്ലിമീങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ അവശേഷിക്കുന്ന മതവിഭാഗങ്ങൾ രണ്ട് കൂട്ടം മാത്രമാണ്, വേദക്കാർ. ആ വേദക്കാരായ വിഭാഗത്തിൽ നബി തങ്ങൾ വരുന്നതിന്റെ മുൻപ് 600 കൊല്ലം നിലനിരുന്നതുമായ മധ്യസ്ഥ പ്രാർത്ഥന എന്ന വഴക്കം സാമ്പ്രദായികമായി നടന്നു വന്നിരുന്ന ഒരാചാരമെന്ന നിലയ്ക്ക് സമൂഹത്തിന്റെ ഭാഗമായി കൊണ്ട് മുസ്ലിമീങ്ങളും വെച്ച് പുലർത്തിയാൽ അത് തെറ്റല്ല, അത് വിമർശിക്കപ്പെടേണ്ടതല്ല. ഇത് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട പോയിന്റാണ്. ഞാൻ പറഞ്ഞു പോകുന്നത് സാമ്പ്രദായികമായേ ഇത് പറ്റുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് പറ്റൂല എന്നാണ് ഇയാൾ പ്രസംഗിച്ചത് എന്ന് കഷ്ണം മുറിച്ച് പറയരുത്. ക്ലിപ്പിങ്ങിന്റെ കാലാണല്ലോ. കഷ്ണം മുറിച്ചിട്ട് എടുത്തിട്ട് പറയൂ ഇതാ സാമ്പ്രദായികമായി എന്ന് പറയുന്നു. അല്ല, മതപരമായി പ്രാമാണികമായി ഇസ്ലാമിൽ സുന്നത്തായ പുണ്യകർമ്മമാണ് ഇത് രണ്ടും എന്ന് തന്നെയാണ് ഞാൻ ഇൻഷാ അല്ലാഹ് വിഷയാവതരണത്തിൽ സമർത്ഥിക്കുന്നത്. അത് അല്ലാഹു തെളിയിക്കുകയും ചെയ്യും. അല്ലാഹു തആലാന്റെ ദീനിന്റെ നിയമവുമാണത്. പക്ഷേ
സാമുദായികമായും സാമൂഹികമായും മനുഷ്യാരംഭം മുതൽ നിലനിന്നു വരുന്ന ആചാരങ്ങളിൽപ്പെട്ട മധ്യസ്ഥ പ്രാർത്ഥന സമ്പ്രദായം എന്ന നിലയ്ക്ക് തന്നെ മുസ്ലിമീങ്ങൾ സമൂഹത്തിന്റെ ഭാഗമായി നിലനിന്നു വരുന്നെങ്കിൽ അതിനെ എതിർക്കേണ്ടതില്ലല്ലോ, എതിർക്കാൻ പാടില്ലല്ലോ. വിശുദ്ധ ഖുർആൻ അതിനെ എതിർത്തോ? ഖുർആനിന്റെ അവതരണ കാലത്തുള്ളതിനെ ഖുർആൻ ശരിയല്ലെങ്കിൽ ശിർക്കാണെങ്കിൽ വിശേഷിച്ചും എതിർക്കേണ്ടേ? എതിർത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിലനിന്നു വരുന്നതാണ് ഈ വിഷയം. ഈ വിഷയത്തെയാണ് ശിർക്ക് എന്ന് പറയുന്നത്. ആരാ തെളിവ് കൊണ്ടുവരേണ്ടത്? ശിർക്കാണ് എന്ന് വാദിക്കുന്നവർ. ഇതെന്റെ പ്രധാനപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. മുസ്ലിംമാര് തവസ്സുല് ഇസ്തിവാസിയും പുണ്യമുള്ളതാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ ആയത്തോതിയില്ലോ എന്ന് പറയും. ഇതാ സാധാരണ വല്ല നമ്പർ. നമ്മളല്ല ആയത്തോതേണ്ടത്. ആയത്തോതിയില്ലോ എന്ന് നമുക്ക് പറയാം. ആയത്തുണ്ടതിന്, ആയത്തോതായി അല്ല പറയുന്നത്. പ്രമാണങ്ങൾ അതിനെമ്പാടുമുണ്ട്. പക്ഷെ ആ പ്രമാണങ്ങൾ നമ്മളോടല്ല ചോദിക്കേണ്ടത്. സാമ്പ്രദായികമായി മനുഷ്യാരംഭം മുതൽക്ക് നടന്നു വരുന്ന മധ്യസ്ഥ പ്രാർത്ഥന അള്ളാഹുവല്ലാത്ത മഹാത്മാക്കളെ മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നത് അതൊരൽപ്പം ശക്തമായ രീതിയിൽ ആരെയാണോ മുൻനിർത്തുന്നതെങ്കിൽ ആ മഹാത്മാക്കളോട് നേരിട്ട് തന്നെ ചോദിക്കുന്ന രീതിയിൽ, അവരോട് കാര്യം സാധിപ്പിക്കുന്ന രീതിയിൽ, ഇസ്തിശ്ഫാ അവരുടെ ശഫാഅത്ത് ലഭ്യമാക്കുന്ന രീതി സമൂഹത്തിൽ നിരന്തരം നിലനിന്നുകൊണ്ടിരിക്കെ അതിനിടയിലാണ് ഖുർആനിന്റെ അവതരണം, അതിനിടയിലാണ് നബിയുടെ ആഗമനം. സ്വാഭാവികമായും ഖുർആനിന്റെ ആഗമനത്തിന് മുൻപ്, വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിന് മുൻപ് ഏതെല്ലാം തെറ്റായ വിശ്വാസങ്ങൾ നിലവിലുണ്ടോ അതൊക്കെ തെറ്റാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഖുർആൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന മധ്യസ്ഥ പ്രാർത്ഥന, ക്രിസ്ത്യാനികൾ നിലനിന്നിരുന്ന യേശുക്രിസ്തുവിനെ സംബന്ധിച്ച പ്രാർത്ഥന, ഞാനിത് പ്രത്യേകം ഊന്നി പറയുന്നത് നമ്മളവർ കളിയാക്കും. ക്രിസ്ത്യാനികളാണ് യേശുക്രിസ്തുവെ കന്യാമറിയമേ രക്ഷിക്കണേ എന്ന് പറയാറ്. അങ്ങനെ തന്നെയാണ് മുസ്ലിമീങ്ങളും പറയുന്നത്. അവിടെ ഇരിക്കട്ടെ, ആ വിഷയം അവിടെ ഇരിക്കട്ടെ, ആ വിഷയം നമുക്ക് സംസാരിക്കാം. ആ വിഷയത്തോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്ത്യാനികൾ എന്ന് തുടങ്ങിയതാണ് ഇത്. ആരംഭം മുതൽ തുടങ്ങിയിട്ടില്ലേ? ത്രിയേകത്വത്തിൽ വിശ്വാസം തുടങ്ങിയ അക്കാലം മുതൽ തുടങ്ങിയിട്ടില്ലേ? ദൈവപുത്രനാണ് യേശു എന്ന് വാദിച്ച അക്കാലം മുതൽ തുടങ്ങിയിട്ടില്ലേ? അക്കാര്യങ്ങളെയൊക്കെ ഖുർആൻ വിമർശിച്ചിട്ടുണ്ടല്ലോ. അക്കാര്യങ്ങളെയൊക്കെ പ്രമാണമുദ്ധരിച്ചുകൊണ്ട് ഖുർആൻ നഖശിഖാന്തം ആക്ഷേപിച്ചിട്ടുണ്ടല്ലോ. ഇതിനെതിരിലൊക്കെ അള്ളാഹുവിന് പുത്രനില്ല, ബന്ധമില്ല എന്ന് ഖുർആൻ സമർത്ഥിച്ചിട്ടുണ്ടല്ലോ. അവിടങ്ങളിൽ എവിടെയെങ്കിലും യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനെയോ മധ്യസ്ഥരെ ഇടക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതിനെയോ ഇൻഡയറക്റ്റ് ആയിട്ട് നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയെ വിശുദ്ധ ഖുർആൻ എന്തുകൊണ്ട് വിമർശിച്ചില്ല? എന്തുകൊണ്ട് എതിർത്തില്ല? ഇത് തെളിയിക്കേണ്ടവർ മറുപക്ഷത്തുള്ളവരാണ്, വഹാബികൾ, ശിർക്കാരോപിക്കുന്നവർ. അപ്പൊ ശിർക്കാരോപിക്കുന്നവർ ആദ്യം ആയത്തോതണം. ഇത് ശിർക്കാണെന്ന് പറയാനുള്ള ആയത്ത്. യേശുക്രിസ്തുവിനെ മധ്യസ്ഥനായി പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനികൾ അതിന്റെ പേരിൽ ശിർക്കാണ് ചെയ്യുന്നത് എന്നോ അതിന്റെ പേരിൽ ശിർക്കാണ് വെച്ച് പുലർത്തുന്നത് എന്നോ പറയുന്ന ആയത്തോതു. എന്നിട്ട് പോരെ ബാക്കി. അപ്പൊ ആയത്തുകൊണ്ട് തെളിയിക്കേണ്ട ബാധ്യത അവർക്കാണ്. എന്നാലും പറയട്ടെ, വിശുദ്ധ ഇസ്ലാം ഈ മധ്യസ്ഥ പ്രാർത്ഥനയും ഇസ്തിശ്ഫാഉം തവസ്സുലും ഇസ്തിഗാസയും ഒക്കെ എങ്ങനെയാണ് അംഗീകരിക്കുന്നത് എന്ന് അതിന്റെ അടിസ്ഥാന പോയിന്റിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയാൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളുടെ തെറ്റിദ്ധാരണകളിലൊന്നും നമ്മൾ വഞ്ചിതരാകില്ല. ശ്രദ്ധിച്ചു കേൾക്കാൻ ഒരൽപ്പം സാവകാശവും ഒരൽപ്പം ക്ഷമയും സഹ്യതയും നിങ്ങൾ പുലർത്തണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ പറയുന്നത് ശ്രദ്ധിക്കുകയും, മനുഷ്യ മക്കളെ വിശുദ്ധ ഖുർആൻ 3 വിഭാഗമാണ് എന്ന് ഉണർത്തുകയാണ്. 3 വിഭാഗം. സാധാരണ പറയാറ് 2 വിഭാഗം, സ്വർഗക്കാര് നരകക്കാര്. കഴിഞ്ഞല്ലോ, സ്വർഗക്കാര് നരകക്കാര്. വലം കക്ഷികൾ ഇടം കക്ഷികൾ, അങ്ങനെയും ഖുർആനിൽ പ്രയോഗമുണ്ട്. അസ്ഹാബുൽ യമീൻ അസ്ഹാബുൽ ശിമാൽ. വലം കയ്യിൽ കിതാബ് നൽകപ്പെടുന്ന നല്ല കൂട്ടർ, ഇടം കയ്യിൽ കിതാബ് നൽകപ്പെടുന്ന ദുഷിച്ച കൂട്ടർ. ഇങ്ങനെ 2 കൂട്ടർ. ഇനി മലയാളത്തിലും പറയാം, ദുഷിച്ചവർ നല്ലവർ. അങ്ങനെ 2 കൂട്ടരല്ലേ മനുഷ്യന്മാരിൽ? വിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ല, നിങ്ങൾ 2 കൂട്ടരല്ല. വകുന്തും അസ്വാജൻ സലാസ, നിങ്ങൾ 3 കൂട്ടരാകുന്നു. ഇത് ഖുർആന്റെ പ്രഖ്യാപനമാണ്. വകുന്തും അസ്വാജൻ സലാസ, നിങ്ങൾ 3 കൂട്ടരാകുന്നു. 2 കൂട്ടരല്ല, 3 കൂട്ടർ. അത് പറയാനായാണ് ഇദാ വഖഅത്തിൽ വാഖിയ സൂറത്ത്. ഇദാ വഖഅത്തിൽ വാഖിയ എന്ന സൂറത്തില്ലേ നമ്മൾ സാധാരണ ഓതുന്ന, രാത്രിയിൽ എപ്പോഴും അത് ഓതണം. പണ്ടുള്ള അമ്മമാരൊക്കെ ഓതും തബാറക്കി ഇദാ വഖഅത്തി. തബാറക്കി ഇദാ വഖഅത്തി ഓതിയാൽ ഒരുവിധം കാര്യങ്ങളൊക്കെ നടക്കും.
ജീവിതത്തിന്റെ ബർക്കത്ത് കിട്ടും, ഐശ്വര്യം കിട്ടും, ആഖിറം നന്നാകും, ഖബറിന്റെ അകത്ത് നന്നാകും. അതൊക്കെ നമ്മുടെ പാരമ്പര്യത്തിൽപ്പെട്ടതാണ്. ഇത് കാത്തു സൂക്ഷിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. മദ്രസയിൽ നിന്നൊക്കെ പഠിപ്പിക്കപ്പെടാറുണ്ട്, പിന്നെ നമ്മളത് മറക്കാറാണ് പതിവ്. അതുകൊണ്ടത് വീണ്ടും ഒന്ന് ഉണർത്തിയിട്ട് ജീവിതത്തിൽ നിത്യമായി പതിവാക്കുക. ആ ഇദാ വഖഅത്ത് സൂറത്തിലാകെ ഞാനിപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് അതിലാകെ വിവരിക്കുന്നത്. തുടക്കം പറയാ, ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബ ഖാഫിളത്തുർ റാഫിഅ ഇദാ റുജ്ജത്തിൽ അർളു റജ്ജൻ വബുസ്സത്തിൽ ജിബാലു ബസ്സൻ ഫകാനത് ഹബാഅൻ മുംബസ്സാ. ഇത് പറഞ്ഞാൽ പിന്നെ വകുന്തും അസ്വാജൻ സലാസാന. ആദ്യം പറഞ്ഞ ഖിയാമത്ത് നാൾ വരുന്ന വിവരം. അത് പറയുന്ന വിവരം വെച്ചിട്ട് പരലോകത്തേക്ക് ബന്ധപ്പെടുത്തി മനുഷ്യരെ അല്ലാഹു തആല പറയുന്നു, വകുന്തും അസ്വാജൻ സലാസ, നിങ്ങൾ 3 കൂട്ടരാകുന്നു. ആരാ 3 കൂട്ടർ? ഫഅസ്ഹാബുൽ മൈമന, വലങ്കയ്യന്റെ ആളുകൾ. വലങ്കയ്യന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ ബറക്കത്തുള്ളവർ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വാചകമാണത്. അങ്ങനെയും കണക്കിലെടുക്കാം. അല്ലെങ്കിൽ വലങ്കയ്യിൽ കിതാബ് നൽകപ്പെടുന്നവർ എന്നും പറയാം. മാ അസ്ഹാബുൽ മൈമന, അസ്ഹാബുൽ മൈമന എന്നാൽ എന്ത്? ആരാണവർ? വഅസ്ഹാബുൽ മശ്അമ, ഗുരുത്വം കെട്ടവർ. മശ്അമ ഗുരുത്തക്കേടിന്റെ ആളുകൾ. അല്ലെങ്കിൽ ഇടങ്കയ്യിൽ കിതാബ് നൽകപ്പെടുന്ന ആള് എന്നും ഉപയോഗിക്കും. ഷിമാൽ എന്ന് ഖുർആൻ വീണ്ടും പറയുന്നുണ്ട്. ഇടങ്കയ്യിൽ കിതാബ് നൽകപ്പെടുന്നവർ. അയ്യേ, അവരാരാകുന്നു? ആരാണവർ എന്ന് ചോദിച്ചിട്ട് സാഹിത്യ ശൈലിയിൽ അല്ലാഹു തആല 2 വിഭാഗത്തെ പറഞ്ഞിട്ട് ഖുർആൻ പറയുന്നു, വസ്സാബിഖൂനസ്സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ ഫീ ജന്നാത്തിൻ നഈം സുല്ലത്തും മിനൽ അവ്വലീൻ വഖലീലും മിനൽ ആഖിരീൻ. മൂന്നാമതൊരു കൂട്ടരുണ്ട്. അവരെയാണ് ഖുർആൻ നല്ലപോലെ വർണ്ണിക്കുന്നത്. വസ്സാബിഖൂൻ, മുമ്പന്മാർ. അസ്സാബിഖൂൻ, അവർ മുമ്പന്മാർ തന്നെ. മുമ്പന്മാർ എല്ലാ കാര്യങ്ങളിലും മുമ്പിൽ നിൽക്കുന്നവർ, മുമ്പിൽ നിൽക്കേണ്ടവർ. അസ്സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ, ആരാണവർ? അള്ളാഹുവിന്റെ സ്വന്തക്കാരും അടുപ്പക്കാരുമാണവർ. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഫീ ജന്നാത്തിൻ നഈം, അവർ സുഖലോക സ്വർഗത്തിലാകുന്നു. അവിടെയും അള്ളാഹുവിന്റെ അടുപ്പക്കാരാകുന്നു അവർ. സുല്ലത്തും മിനൽ അവ്വലീൻ, കഴിഞ്ഞ കാലത്തെ സമുദായങ്ങൾ ധാരാളമുള്ളതുകൊണ്ട് അവരിൽ ഇത്തരക്കാർ ഒരുപാടുണ്ട്. വഖലീലും മിനൽ ആഖിരീൻ, നബിയുടെ സമുദായമായി അവസാനം വരുന്നവരിൽ കുറച്ചു പേരും അങ്ങനെയുള്ളവരുണ്ട്. ഖുർആന്റെ പ്രയോഗം നോക്കി. ഈ ഉമ്മത്തിൽ കുറച്ചുപേർ ന്യൂനപക്ഷമായി മാത്രം ഖുർആൻ വിവരിക്കുന്ന അസ്സാബിഖൂന സാബിഖൂൻ എന്ന വിഭാഗത്തെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഉലൈകൽ മുഖറബൂൻ, അള്ളാന്റെ സ്വന്തക്കാർ, അടുപ്പക്കാർ. എന്താണ് അവരുടെ ഉദ്യോഗം? എന്താണ് അവരുടെ ധർമ്മം? വലങ്കയ്യിൽ കിതാബ് നൽകപ്പെടുന്ന കൂട്ടർ അവർക്ക് വിചാരണ നേരിടുമ്പോൾ സുഖകരമായി രക്ഷപ്പെട്ടു പോകാം. ഇമാമുന ശാഫിഈ തങ്ങളൊക്കെ പ്രാർത്ഥിച്ചത്, പടച്ചോനെ എന്നെ അതിൽ പെടുത്തണേ, അള്ളാന്റെ റസൂലിന്റെ കുടുംബത്തിന്റെ ബർക്കത്തുകൊണ്ട് എന്നെ വലങ്കയ്യിൽ കിതാബ് നൽകപ്പെടുന്ന കൂട്ടത്തിൽ പെടുത്തണേ. അപ്പൊ ചില്ലറക്കാരല്ല അവർ. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മെ പെടുത്തി രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഇടങ്കയ്യിൽ കിതാബ് നൽകപ്പെടുന്നവരാകട്ടെ നരകത്തിലേക്കാണ് അവർ പോകുന്നത്. ഇപ്പൊ സ്വർഗക്കാര് നരകക്കാര് 2 കൂട്ടർ കഴിഞ്ഞു. പിന്നെ സ്വർഗത്തിൽ അള്ളാഹുവിന്റെ അടുപ്പക്കാരായ സാബിഖൂൻ അസ്സാബിഖൂൻ എന്ന് പറഞ്ഞ മുമ്പന്മാർക്ക് എന്താ പണി? എന്താണ് അവർ അടുപ്പക്കാർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശ്യം? ഇത് ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇമാം റാസി ഈ ആയത്തിനെ വിശദീകരിക്കുന്നുണ്ട്, ധാരാളം ഉപന്യസിച്ചിട്ടുണ്ട്. ആ വിശദീകരണങ്ങൾക്കിടയിൽ അദ്ദേഹം പറയുന്നു, അൽ മസ്അലത്തു സാലിസ, 3ാമത്തെ വിഷയം ഈ ആയത്തിൽ ശ്രദ്ധിക്കാനുള്ളത്. ثم إنه تعالى أشار بأصحاب اليمين إلى الناجين الذين يعطون كتبهم بأيمانهم وهم من أصحاب الجانب الأشرف المكرمون. അല്ലാഹു തആല അസ്ഹാബുൽ യമീൻ എന്നും അസ്ഹാബുൽ മൈമന എന്നും പറഞ്ഞുകൊണ്ട് വിവരിച്ചത് വലങ്കയ്യിൽ കിതാബ് നൽകപ്പെടുന്നവരാണ്. അവർ ആഖിറത്തിൽ രക്ഷപ്പെട്ടവരാണ്. വലങ്കയ്യിൽ കിതാബ് നൽകപ്പെടുന്ന ആ കൂട്ടർ അല്ലാഹുവിൽ ബഹുമാന്യന്മാരാണ്. وبي أصحاب الشمال إلى الذين حالهم على خلاف أصحاب اليمين وهم الذين يعطون كتبهم بشمائلهم മുഹാനൂൻ, നിന്ദ്യരും പതിതരുമായ ഒരു കൂട്ടരാണ് ഇടങ്കയ്യിൽ കിതാബ് നൽകപ്പെടുന്നവർ.
അവർ അള്ളാഹുവിന്റെ അടുക്കൽ ഒരു ആദരവും അർഹിക്കാത്തവരും നിന്ദ്യരായി നരകത്തിലേക്ക് ആക്കപ്പെടുന്നവരുമാണ്. രണ്ടു കൂട്ടരെ പറഞ്ഞിട്ട് അള്ളാഹു തആല വിവരിക്കുന്നത് ഇമാം റാസി വിവരിക്കുന്നു. വദകറ സാബിഖീന, സാബിഖീങ്ങൾ എന്ന ഒരു കൂട്ടരെ അള്ളാഹു തആല ഇവിടെ പറഞ്ഞു. ലാ ഹിസാബ അലൈഹിം, അവർക്ക് വിചാരണയില്ല, അതുകൊണ്ട് കിതാബുമില്ല. കയ്യിൽ കിതാബ് നൽകപ്പെടാത്ത നല്ല കൂട്ടരവർ, അവർക്ക് ഗ്രീൻ ചാലിലൂടെ കടന്നു പോകാം. കസ്റ്റംസിൽ നിന്ന് പരിശോധിക്കപ്പെടൂല, ചോദിക്കപ്പെടൂല. സമാധാനത്തിന്റെ രീതിയിലൂടെ അവർക്ക് സുഖകരമായി മുന്നോട്ട് പോകാം. അങ്ങനെയുള്ള കിതാബ് നൽകപ്പെടാത്ത വിചാരണയില്ലാത്ത ആളുകളെ അല്ലാഹു തആല ഇവിടെ പറയുന്നു. വയസ്ബഖൂനൽ ഖൽഖ മിൻ ഗൈരി ഹിസാബ് ബിയമീനിൻ ഔ ശിമാൽ, വലത് കൈയിലോ ഇടത് കൈയിലോ റിക്കാർഡ് നൽകിയിട്ട് വിചാരണ ചെയ്യപ്പെടുകയില്ല. അവർ എല്ലാ സൃഷ്ടികൾക്കും മുൻപിൽ അവർ അള്ളാഹുവിന്റെ ലോകത്തേക്ക് മുന്നിൽ പോകും, എല്ലാവരെക്കാളും മുന്നിൽ കടക്കും. അങ്ങനെ തന്നെയാണല്ലോ. യാതൊരു ചരക്കും വിദേശത്ത് നിന്ന് കൊണ്ടുപോരാതെ ഒരു ചെറിയ ബാഗും കയ്യിൽ തൂക്കി പിടിച്ചു പോരുന്ന ആളുകൾക്ക് അതൊക്കെ നമ്മൾ ഇതിലൊക്കെ വെച്ച് നോക്കിയാൽ, സ്ക്രീനിലൊക്കെ വെച്ച് നോക്കിയിട്ട് അപായമൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ കടന്നു പോയിക്കോളിന്നാണ് പോരാ. കെട്ടിയും പെട്ടും ഒക്കെ ആയിട്ട് വരുമ്പോഴാണ് ഗൾഫിൽ നിന്ന് വരുമ്പോൾ പരിശോധനയും കസ്റ്റംസും ഒക്കെ വേണ്ടി വരുന്നത്. ഇതൊന്നുമില്ലാത്ത ഒരു കൂട്ടരാണ് ഇവരെന്ന് വിവരിച്ചിട്ട് അല്ലാഹു തആലാന്റെ ഈ വിവരണത്തിന്റെ ഉദ്ദേശം ഇമാം റാസി വിവരിക്കുന്നു. അന്നല്ലദീന യകൂനൂന ഫിൽ മൻസിലത്തിൽ ഉൽയാ മിനൽ ജാനിബിൽ ഐമൻ വഹുമുൽ മുഖറബൂൻ ബൈന യദയില്ലാഹ്. ഈ വിഭാഗം അല്ലാഹുവിങ്കൽ അത്യുന്നത പദവിയിലുള്ളവരാണ്. ആരെക്കാൾ? വലം കൈയിൽ കിതാബ് നൽകപ്പെടുന്ന ബർക്കത്തുള്ള കൂട്ടരെക്കാൾ ഏറ്റവും അല്ലാഹുവിങ്കൽ പദവിയുള്ളവരാണ്. ആ പദവിയുള്ളവർ ആരാണ്? വഹുൽ മുഖറബൂന ബൈന യദയില്ലാഹ്, അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റവും സമീപസ്ഥരായ സാമീപ്യമുള്ളവരാണ് അവർ. യതകല്ലമൂന ഫീ ഹഖ്ഖിൽ ഗൈർ, അവർക്ക് സ്വന്തം കാര്യമൊന്നും പറയേണ്ടതില്ല, അന്യരുടെ കാര്യത്തിൽ സംസാരിക്കുന്ന ശുപാർശക്കാരാണവർ. വയശ്ഫഊന ലിൽ ഗൈർ, അന്യർക്ക് ശുപാർശ ചെയ്യുക എന്നതാണ് അവരുടെ ധർമ്മം. മറ്റുള്ളവർക്ക് വേണ്ടി അള്ളാന്റെ മുമ്പിൽ വാദിക്കുകയാണ് അവരുടെ ധർമ്മം. ഇതരർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവിന്റെ ചൊല്ലി അവരുടെ ധർമ്മം. മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞ് അവർക്ക് സഹായിക്കുകയാണ് ഇവർക്ക് അല്ലാഹു തആല ഏൽപ്പിച്ചു കൊടുത്ത ചുമതല. ഈ നൽകപ്പെട്ട വിഭാഗം വയഖുദൂന അശ്വാലന്നാസ്, ജനങ്ങളുടെ ആവശ്യങ്ങളും ജോലികളും ഒക്കെ ഇവരാണ് നിർവഹിക്കുന്നത്. ഈ നിർവഹിക്കാൻ വേണ്ടി അല്ലാഹു നിയോഗിച്ചിട്ടുള്ള മധ്യസ്ഥന്മാരാണിവർ. വഹഉലാഇ അഅലാ മൻസിലതൻ മിൻ അസ്ഹാബിൽ യമീൻ, വലങ്കയ്യിൽ കിതാബ് നൽകപ്പെടുന്ന സ്വർഗസ്ഥരായ കൂട്ടരെക്കാൾ എത്ര ഉന്നതരാണിവർ. അന്യർക്ക് വേണ്ടി ശുപാർശ പറയുന്ന ശാഫിഈങ്ങൾ. അപ്പൊ ഇങ്ങനെ ഒരു കൂട്ടരെയാണ് ഖലീലും മിനൽ ആഖിരീൻ. ഈ സമുദായത്തിൽ അവർ ന്യൂനപക്ഷമാകുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തെ പ്രതി അള്ളാഹു വിവരിക്കുന്നു. അത് ഈ സമുദായത്തിൽ ന്യൂനപക്ഷം എന്ന് പറയുന്നത് കഴിഞ്ഞ സമുദായങ്ങളിൽ അതിൽ കൂടുതൽ ജനങ്ങൾ പോയതുകൊണ്ടാണ്. ആപേക്ഷികമായി നമ്മുടെ സമുദായത്തിൽ തന്നെയാണ് അത്തരം കൂട്ടരധികം. എന്നാലും ഈ സമുദായത്തിൽ ഇവർ കുറച്ചുണ്ട്. ആ കുറച്ചുള്ളവരുടെ ഉദ്യോഗം എന്ത്? അന്യർക്ക് ശുപാർശ ചെയ്യുക. ഇങ്ങനെ ഒരു കൂട്ടരെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. ഈ മൂന്ന് കൂട്ടരിൽ നിന്ന് അസ്ഹാബുൽ യമീൻ, അസ്ഹാബുൽ ഷിമാൽ എന്ന കൂട്ടരെ മാത്രമേ നമ്മളെ വഹാബികൾ പഠിച്ചിട്ടുള്ളൂ. അള്ളാഹു അവരെ കൂടി ധരിപ്പിക്കാനാണ് നിങ്ങൾ മൂന്ന് കൂട്ടരാണ്, രണ്ടു കൂട്ടരല്ല എന്ന് പറയുന്നത്. നല്ലവര്, തീയര്, വിശ്വാസികള്, അവിശ്വാസികള്. നമ്മളെ കൂട്ടരുണ്ടെങ്കിൽ ഔലിയ എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടരൊന്നുമില്ല, മഹാത്മാക്കൾ എന്ന് പറഞ്ഞൊരു കൂട്ടരൊന്നുമില്ല, തങ്ങന്മാർ എന്ന് പറഞ്ഞൊരു കൂട്ടരൊന്നുമില്ല, ബഹുമാനികൾ എന്ന് പറഞ്ഞൊരു കൂട്ടരൊന്നുമില്ല. വിശ്വാസികളായി സൽക്കർമ്മം ചെയ്ത് ജീവിച്ച എല്ലാവരും നല്ലോല് തന്നെ, എല്ലാവരും ഔലിയാക്കൾ തന്നെ, അല്ലെങ്കിൽ എല്ലാവരും നരകക്കാർ തന്നെ. ഈ രണ്ട് വിഭാഗത്തെ അല്ലേ ജമാഅത്തുകാരും മുജാഹിദുകളും അടക്കമുള്ള വഹാബികൾ പരിചയപ്പെടുത്താറുള്ളൂ. മൂന്നാമതൊരു കൂട്ടരായി പറയുന്ന മഹാത്മാക്കൾ എന്ന വിഭാഗത്തെ പരിചയപ്പെടുത്തുന്ന ഒരേ ഒരു വിഭാഗം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തല്ലേയുള്ളൂ. വിശുദ്ധ ഖുർആൻ നമ്മൾ എല്ലാവരോടുമായി പറയുന്നില്ലേ, നിങ്ങൾ രണ്ടു കൂട്ടരല്ല, മൂന്നാമതൊരു കൂട്ടരുണ്ട്, അവർ ന്യൂനപക്ഷമാകുന്നു. അവർക്ക് ജോലി ഇതരർക്ക് വേണ്ടി സംസാരിക്കുകയും ശുപാർശ ചെയ്യുകയും അവരുടെ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുകയുമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്ന ഖുർആൻ ആയത്ത് ഇവർ കണ്ടില്ലേ? കണ്ടെങ്കിൽ ഈ ആയത്തിന് എന്തു വ്യാഖ്യാനമാണ് അവർ നൽകുന്നത് എന്ന് വഹാബികൾ വിശദീകരിക്കേണ്ടതുണ്ട്. ഞാൻ
കൂട്ടരാണ് ശുപാർശ ശഫാഅത്ത് അർഹിക്കുന്നവർ. ശഫാഅത്ത് എന്നാൽ എന്താ അതിൻ്റെ അർത്ഥം? അള്ളാന്റെ മുമ്പിൽ ഇതർക്ക് വേണ്ടി ശുപാർശ ചെയ്യുക. ആ ശുപാർശ ചെയ്യാൻ അധികാരപ്പെട്ടവരെ അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ചാൽ അള്ളാഹു തആലാക്ക് അവരെ നല്ല ഇഷ്ടം. എൻ്റെ വാപ്പ ഇപ്പോഴത്തെ ഒരു ഭരണാധികാരിയുടെ മുൻപിൽ ഏറ്റവും വലിയ പരിചയക്കാരനാണ്. ബാപ്പയെ ഞാൻ കൊണ്ടുചെന്നാൽ ബാപ്പ എൻ്റെ ആവശ്യത്തിന് വേണ്ടി ശുപാർശ ചെയ്യും. അപ്പൊ അടുപ്പക്കാരനായ ബാപ്പ ആ മന്ത്രിയുടെ അടുക്കലോ അധികാരിയുടെ അടുക്കലോ ഷാഫിയാണ് ശുപാർശക്കാരൻ. ഈ ശുപാർശക്കാരനായ ഷാഫിയെ കൊണ്ടുപോയില്ലെങ്കിലും നമ്മൾ ചിലപ്പോൾ കാര്യം സാധിക്കാൻ എന്തു പറയും? എൻ്റെ വാപ്പ ഇന്ന ആളാണ്, നിങ്ങളുമായിട്ട് വലിയ അടുപ്പുള്ള ആളാണ്, നിങ്ങൾക്കറിയാലോ, എന്താ പേര്? ഇന്നതാ പേര്. അത് ശരിയാ, എൻ്റെ അടുപ്പാണ്, എൻ്റെ ക്ലാസ്മേറ്റാണ്, അങ്ങനെ പഠിച്ച ആളാണ്, ഇങ്ങനെ കൂടെ പഠിച്ച ആളാണ്. ശരി, അപ്പൊ ഒരു ബന്ധമുണ്ട്. ആ ബന്ധത്തിന്റെ പേരിൽ കാര്യം നിർവഹിക്കുന്നു. ഇവിടെ ആള് ഹാജരില്ലെങ്കിലും ആളറിയാതെയാണെങ്കിലും ആള് മരണപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇവരുടെ പേരിൽ നമുക്ക് സഹായം കിട്ടും. ഇതാണ് ശുപാർശ. ഇവർ പറഞ്ഞിട്ടും സഹായം കിട്ടും, ഇതും ശുപാർശ. ഇവർ അപേക്ഷിച്ചിട്ടും അഭ്യർത്ഥിച്ചിട്ടും സഹായം കിട്ടും, ഇതും ശുപാർശ. ഇവരെ മുന്നിൽ പറഞ്ഞിട്ടും സഹായം കിട്ടും, ഇതും ശുപാർശ. ഇതൊക്കെ ഉൾക്കൊള്ളുന്ന വാക്കാണ് ശഫാഅത്ത് എന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാത്മാക്കൾ വിശദമായി ശഫാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താന്ന് പഠിപ്പിക്കുന്ന വിശദീകരണത്തിൽ നൽകുന്നുണ്ട്. അപ്പൊ ആ ശഫാഅത്തുള്ള ഒരു കൂട്ടരുണ്ട്. അങ്ങനെ ഒരു കൂട്ടരെ സമ്മതിക്കാത്ത കക്ഷിയാണ് വഹാബികൾ. ഓലറിയ ആരും അവിടെ ശുപാർശ ചെയ്യൂല, ആർക്കും ശുപാർശക്ക് അധികാരമില്ല. ഒറ്റ വാക്ക ഖുർആനിൽ അല്ലാഹു പറയുന്നു, നോക്കി, വലാ യംലികുല്ലദീന യദ്ഊന മിൻ ദൂനിഹി ശഫാഅത ഇല്ലാ മൻ ശഹിദ ബിൽ ഹഖ് വഹും യഅലമൂൻ. അവിശ്വാസികളായ മക്കക്കാരെ സംബന്ധിച്ച് അല്ലാഹു തആല പറയുന്നു, അവിശ്വാസികളായ ക്രിസ്ത്യാനികളും ജൂതന്മാരും അടക്കമുള്ള കാഫിറുകളെ കുറിച്ച് അല്ലാഹു പറയുന്നു, ഇവർ ഇബാദത്ത് ചെയ്യുന്ന ദൈവങ്ങളൊന്നും അല്ലാഹുവിങ്കൽ ശുപാർശ ഉടമപ്പെടുത്തുന്നവരല്ല, അല്ലാഹുവിന്റെ അടുക്കൽ ശുപാർശക്ക് അധികാരമുള്ളവരല്ല. ഇല്ലാ മൻ ശഹിദ ബിൽ ഹഖ്, അവരുടെ കൂട്ടത്തിൽ കലിമത്തു ത്വയ്യിബയായ തൗഹീദ് കൊണ്ട് അംഗീകരിച്ചിട്ടുള്ള നല്ല വിശ്വാസികളായ ആളുകൾ ഒഴിച്ച്. വഹും യഅലമൂൻ, അവർ വിവരമുള്ളവരുമായ ഉലമാക്കളുമാണ്. അപ്പൊ വിവരമുള്ള ഉലമാക്കളായ ഈമാനുള്ള ആളുകൾ അവർ അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ അധികാരപ്പെട്ടവരാണ്. ഈ ആയത്തിന് തഫ്സീർ ചെയ്ത് മഹാനായ ഇമാം ഇബ്നു ജരീർ ത്വബരി, പഴക്കമുള്ള തഫ്സീറുകളിൽ ഏറ്റവും പഴക്കമുള്ളത് ഇമാം ഇബ്നു ജരീർ ത്വബരി തങ്ങളുടെ തഫ്സീറാണ്. ആ തഫ്സീറിൽ കാണാം, ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശ്യം മക്കത്തെ ബഹുദൈവ വിശ്വാസികൾ ഇബാദത്ത് ചെയ്യുന്ന ദൈവങ്ങളിൽപ്പെട്ടവരാണ് മലക്കുകൾ. മലക്കുകൾ അള്ളാന്റെ പുത്രിമാരാണ് എന്നും പറഞ്ഞ് ദേവിമാരായി അവർ പൂജിപ്പിക്കുന്നു. ആ മലക്കുകളെയാണ് ഇവിടെ ശഫാഅത്തുള്ളവർ എന്ന് പറഞ്ഞത്. ഈസ, യേശുക്രിസ്തു എന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞ് പൂജിക്കുന്ന ഈസാ നബി അലൈഹിസ്സലാം ദൈവപുത്രൻ എന്നും പറഞ്ഞ് അവർ ദൈവമാക്കുന്നു. പക്ഷെ ആ ദൈവവും അള്ളാഹുവിങ്കൽ വരുമ്പോൾ ശഫാഅത്ത് അധികാരമുള്ള പുണ്യാത്മാവാകുന്നു. ഉസൈർ, ജൂതന്മാർ ദൈവപുത്രൻ എന്ന് പറഞ്ഞ് ഇബാദത്ത് ചെയ്യുന്നു, പൂജിക്കുന്നു, ആരാധ്യനായി ദൈവമാക്കുന്നു ഉസൈറിനെ. ആ ഉസൈറും ഷഹാദത്തും ഷഫാഅത്തും ഉള്ളവരാണ്. ഇതുപോലെ പൂജാ ദൈവങ്ങളായി മറ്റുള്ള മുശ്രിക്കുകൾ പൂജിക്കുന്നവരിൽ നല്ല ഇൽമുള്ള വിശ്വാസികളൊക്കെ ശഫാഅത്തുള്ളവരാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു സുഖ്റുഫിൽ വളരെ വ്യക്തമായി പറയുന്ന ആയത്താണ്. ഈ ആയത്തു പ്രകാരം ശഫാഅത്ത് ചെയ്യുന്ന ഒരു കൂട്ടരുണ്ട്. അവരുടെ ശഫാഅത്ത് പിടിക്കുക, ലഭ്യമാക്കുക, ഇതിനാണ് എന്തു പറയുക? ഇസ്തിശ്ഫാ എന്ന് പറയാം. ഇസ്തിശ്ഫാ എന്ന് പറഞ്ഞാൽ ശഫാഅത്ത് ലഭ്യമാക്കുക. ആരുടെ? ശഫാഅത്തിന് അധികാരമുള്ള മഹാത്മാക്കളുടെ. അന്യന്റെ കാര്യം സംസാരിക്കാനും അന്യന്റെ കാര്യം പറയാനും ശഫാഅത്തിന് അധികാരം നൽകപ്പെട്ട മഹാത്മാക്കൾ വരെയാണ് നമ്മൾ മഹാത്മാക്കൾ എന്ന് പറയുന്നത്. നമ്മളൊരു കൂട്ടര് മഹാത്മാക്കൾ എന്നറിയുന്നില്ലേ? നമ്മളൊന്നും അല്ലത് എന്നാ നമ്മൾ പറയാ. നമ്മളൊക്കെ സാധാരണ വിശ്വാസികൾ, പാപികൾ, അവിശ്വാസികൾ, നരകക്കാർ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്താതിരിക്കട്ടെ. പാപമുണ്ടെങ്കിലും അള്ളാഹു പാപം പുറത്തു തന്ന് നമ്മൾ അള്ളാഹു താല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. പക്ഷേ പാപമില്ലാത്ത, പാപത്തിൽ നിന്ന് സുരക്ഷിതരായി അള്ളാഹു സംരക്ഷിക്കുന്ന മലക്കുകളും മഅസൂമുകളായ അമ്പിയാക്കളും
അവരെ പോലെ മഹ്ഫൂദുകളായി പാപത്തിൽ വരാതെ കാത്തു സൂക്ഷിക്കുന്ന ഭക്തന്മാരായ ഔലിയാക്കളും ഇക്കൂട്ടർ സാബിഖൂന ശഫാഅത്തുള്ളവരാണ്. ആ ശഫാഅത്തുള്ള കൂട്ടക്കാരുടെ ശഫാഅത്ത് ലഭ്യമാക്കുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും എല്ലാത്തരം ഇടപാടുകളെയും കുറിക്കുന്ന വാക്യമാണ് ഇസ്തിശ്ഫാ. ശഫാഅത്ത് ലഭ്യമാക്കുക, ശഫാഅത്തിന് അധികാരമുള്ളവരുടെ. ഇത് നമുക്ക് കാണാം. ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്ത ഹദീസിൽ പരലോകത്ത് ഫസ്ലുൽ ഖദാഇന് വേണ്ടി ആളുകൾ വർഷങ്ങളോളം നിലക്കൊണ്ടുകൊണ്ട് പരിഭ്രാന്തിയിലകപ്പെടുമ്പോൾ യസ്തശ്ഫിഊന ലവിസ്തശ്ഫഅനാ ഇലാ റബ്ബിനാ, പടച്ചോനിലേക്ക് നമുക്കൊന്ന് ശുപാർശക്കാരെ പിടിക്കായിരുന്നു, അവരുടെ ശഫാഅത്ത് ലഭ്യമാക്കായിരുന്നു എന്ന് ജനങ്ങൾ പ്രത്യേകം അഭിപ്രായം പറയും. എന്നിട്ട് അവർ ആദം നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് ഓടും, നൂഹ് നബിയുടെ അടുക്കലേക്ക് ഓടും, ഇബ്രാഹിം നബിയുടെ അടുക്കലേക്ക് ഓടും, മൂസ ഈസ നബിയുടെ അടുക്കലേക്ക് ഓടും. അവസാനം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഓടും. അവിടെ എന്താ ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിലെ വാക്യം? ലവിസ്തശ്ഫഅനാ, നമ്മൾ ശുപാർശക്കാരായി പിടിച്ചെങ്കിൽ. ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഹദീസിൽ മറ്റൊരു വാക്യം കാണാം, ഇസ്തഗാഹു ബിആദം, ആദം നബിയെ അവർ വിളിച്ചു തേടും. ആദം നബിയെ അവർ വിളിച്ചു തേടും, സഹായിക്കാൻ ആവശ്യപ്പെടും, സഹായിക്കാൻ അപേക്ഷിക്കും. ഈ വിളിച്ചു തേടി വിലാപം കൊണ്ടുകൊണ്ട് പരലോകത്ത് ഓടിച്ചെല്ലുന്ന ആളുകൾ ഏറ്റവും അധികം അള്ളാഹുവിന്റെ അധികാരം മാത്രം പ്രകടമാകുന്ന ജസാഇന്റെ നാളിലാണ്. രാജാതിരാജൻ ഞാൻ മാത്രമേ ഉള്ളൂ, ലിമനിൽ മുൽക്കുൽ യൗം, ആർക്കാണ് ഇന്ന് അധികാരം എന്ന് അല്ലാഹു തആല ചോദിക്കുന്ന രാജാതിരാജന് മാത്രം അധികാരം പ്രത്യക്ഷത്തിലും പരോക്ഷമായുമുള്ള ആ നാളിലാണ് ഇസ്തിഗാസ നടത്തുന്നതും ഇസ്തിശ്ഫാ നടത്തുന്നതും എന്ന് കണ്ടാൽ മനുഷ്യന്റെ ബ്രഹ്മവാസന എന്ന നിലയ്ക്ക് അവർ നടക്കുന്ന ഇസ്തിശ്ഫാ പരലോകത്തും നടക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ ഇസ്തിശ്ഫാ ദുന്യാവിലും നടക്കും. ഇസ്തിശ്ഫാ അതിന്റെ ഇനങ്ങളാണ് നമ്മൾ അവരുടെ ഏതെങ്കിലും മഹത്തുക്കളുടെ ഏതെങ്കിലും തുണി കിട്ടിയാൽ, വസ്ത്രം കിട്ടിയാൽ, ചെരുപ്പ് കിട്ടിയാൽ, മുടി കിട്ടിയാൽ, ഏതെങ്കിലും തരത്തിലുള്ള തിരുശേഷിപ്പ് കിട്ടിയാൽ ബർക്കത്തെടുക്കും, തബറൂക്ക്. മഹാത്മാക്കളുമായി സഹായം തേടിക്കൊണ്ടിരിക്കും, മഹാത്മാക്കളുമായി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരോട് സഹായിക്കാൻ ആവശ്യപ്പെടും, ഇസ്തിആന. മറ്റുള്ളവരുടെ ശർറിൽ നിന്നും കെടുതികളിൽ നിന്നും വിപത്തുകളിൽ നിന്നും കാവൽ തേടും, ഇസ്തിആദ. അവരെ വിളിച്ചാർക്കും, ഇസ്തിഗാസ. ഇതൊക്കെ അതിന്റെ പേരാ, ഇസ്തിആദ, ഇസ്തിആന, ഇസ്തിഗാസ, ഇസ്തിശ്ഫാഇന്റെ വിവിധ ഇനങ്ങളാണ് ഇതൊക്കെ. അതിലൊന്ന് തവസ്സുല്, തബറുക്ക്. ഇപ്പൊ തവസ്സുല്, തബറുക്ക്, ഇസ്തിഗാസ, ഇസ്തിആദ, ഇസ്തിആന എന്നൊക്കെ പറഞ്ഞാൽ ഇതെല്ലാം ശഫാഅത്തുള്ള മഹാത്മാക്കളുടെ ശഫാഅത്ത് ലഭ്യമാക്കിയിട്ട് അള്ളാഹുവിന്റെ സഹായം അവരുടെ ശഫാഅത്ത് മുഖേന ലഭ്യമാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം എന്നാണ് ഇതിനർത്ഥം. ഇത് പുണ്യ അമലാണ്, ഏറ്റവും മുന്തിയ നല്ല അമലാകുന്നു എന്ന് നമ്മുടെ ഇമാമുകൾ വിവരിക്കുന്നു. മഹാനായ ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളവറുകൾ തന്റെ ഭരണകാലത്ത് റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം 8 വർഷങ്ങൾ കഴിഞ്ഞ ശേഷം വലിയ ഒരു വരൾച്ചയുണ്ടായി. ആ വരൾച്ച ഒന്നാകെ ബാധിച്ചിട്ട് കൃഷികൾ മുടങ്ങി, ചുറ്റു മനുഷ്യൻ പഴുത്തു, ഒരിറ്റ് വെള്ളമില്ലാതെ കുടുങ്ങി. അറത്ത് നോക്കപ്പെടുന്ന മൃഗങ്ങൾ അറത്ത് നോക്കുമ്പോൾ മാംസമില്ല, രക്തമില്ല, തോല് മാത്രം മറവ് ജീവികളിൽ നിൽക്കുന്ന അത്തരത്തിലുള്ള ഒരു വലിയ ഉഷ്ണം. നിലത്തു കിടക്കുന്ന പൊടികളോ മണലുകളോ നോക്കുമ്പോൾ വെണ്ണീർ പോലെ ചാരം പോലെ നിൽക്കുന്നു. അങ്ങനെയുള്ള ആ വർഷത്തിന് ചരിത്രത്തിൽ പേര് നേടിയിരിക്കുന്നത് ആമുറമാദ, വെണ്ണീറിന്റെ കൊല്ലം. ഭൂമിയാസകലം വെണ്ണീർ പോലെ ചാരം പോലെ. അറുത്തു നോക്കിയ മൃഗത്തെ ഒന്നറക്കാൻ വേണ്ടിയിട്ട്, മാംസത്തിന്റെ ഒരു കഷ്ണം കിട്ടാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുമ്പോൾ ഒരുത്തി രക്തം പോലും നിലത്ത് വീഴാതെ കേവലം തോല് മാത്രമുള്ള ജീവി. അവർക്ക് പോലും ഭക്ഷിക്കാനോ തിന്നാനോ സസ്യങ്ങളില്ല, പുല്ലുകളില്ല, പച്ചിലകളില്ല. ആ വിധമുള്ള ഒരു വലിയ വിഷമവും വരൾച്ചയും വന്ന കാലത്ത് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലമാണ്. ആമുറമാദയിൽ ഇതാ ഒരു സ്വഹാബി വര്യൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻപിൽ ചെല്ലുന്നു. ആമുറമാദയിൽ നബി ഇല്ലല്ലോ, നബി തങ്ങൾ വഫാത്തായിട്ട് 8 വർഷം കഴിഞ്ഞിട്ടുണ്ട്.
8 വർഷം കഴിഞ്ഞ ശേഷം ഈ സ്വഹാബി വര്യൻ ചെന്നിട്ട് അള്ളാന്റെ റസൂലിന്റെ ഹുദറ ശരീഫയിങ്കൽ ഖബറുകൾ ചെന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ് ഇസ്തസ്ഖി ഉമ്മതിക, അള്ളാന്റെ റസൂലേ, ആരും അള്ളാനോട് മഴയെ തേടിയിട്ട് കാര്യമില്ല, അങ്ങൊന്ന് മഴയെ തേടണം, ഞങ്ങൾക്കൊരിറ്റ് വെള്ളം കുടിക്കാനില്ല, അങ്ങ് മഴയെ തേടണം എന്നാവശ്യപ്പെടുന്നു. ബിലാൽ ഇബ്നുൽ ഹാരിസിൽ മുസ്നി എന്ന സ്വഹാബി വര്യനാണ് ഈ സഹായം തേടുന്നത്. ബിലാൽ ഇബ്നുൽ ഹാരിസിൽ മുസ്നി. ഉമർ എന്നവർ ഭരിക്കുന്ന കാലമാണ്, ഹിജറ 18-ാം വർഷമാണ്. ആമുർ റമാദ എന്ന് ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. ഇമാം ബുഖാരി ഇതിന്റെ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അടിസ്ഥാന സംഭവം. ഇതനുസരിച്ചുകൊണ്ട് ഈ സ്വഹാബി വര്യൻ റസൂലുള്ളാഹിനോട് ഖബറിങ്കൽ ചെന്നുകൊണ്ട്, അള്ളാന്റെ റസൂലേ, ഞങ്ങൾക്ക് വെള്ളം കിട്ടാൻ വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണം എന്ന് വഫാത്തായിട്ട് ബർസഖിൽ ജീവിക്കുന്ന, ഖബറിന്റെ അകത്ത് ജീവിക്കുന്ന നബി തങ്ങളുടെ ഖബറിങ്കൽ ചെന്നുകൊണ്ട് അപേക്ഷിക്കുമ്പോൾ ആ സ്വഹാബി വര്യന്റെ മുൻപിൽ അള്ളാന്റെ റസൂല് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നത്, അൽ കൈസ് അൽ കൈസ് അൽ കൈസ് എന്ന് ഉമറിനോട് ചെന്ന് പറയണം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പോയി പറയണം എന്ന് മാലിക്കുദ്ദാർ എന്ന് തുടങ്ങിയ മഹാനായ ഉമർ എന്നവരുടെ ഖജനാവ് സൂക്ഷിപ്പുകാരൻ കിനാവ് കാണുകയാണ്. ഉമറിനോട് പോയി പറയാൻ, ഞങ്ങളോട് ജനങ്ങളോട് മൃദുലമായി പെരുമാറണം, അവരെ കഷ്ടപ്പെടുത്തരുത്. അൽ കൈസ് അൽ കൈസ്, അവരോട് ലളിതമായി പെരുമാറണം, ക്രൂരമായി പെരുമാറരുത്, കഠിനമായി പെരുമാറരുത്, അവർക്ക് ദയ കാണിക്കണം.